السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനിയന്മാരെ, സഹപ്രവർത്തകരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം വേദികളിൽ പ്രാർത്ഥിക്കാനായി പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ ഫലസ്തീനിൽ ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, പിഞ്ചുമക്കൾ, അല്ലാഹു തആല അവർക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമെന്ന ഒരു വിഷയത്തിലാണ് ഇന്നത്തെ ഈ ഒരു ആദർശ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകാൻ വകുപ്പില്ലാത്ത, തർക്കമുണ്ടാകാൻ പാടില്ലാത്ത ഒരു അടിസ്ഥാന വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്. പക്ഷെ അതിൽ പോലും ഇന്ന് തർക്കമുണ്ടായി വന്നു, അല്ലെങ്കിൽ പലരും തർക്കമുണ്ടാക്കി എന്നതാണ് വസ്തുത. എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് ഫാത്തിഹയിൽ എല്ലാ ദിവസവും 5 വഖ്തിലായി 17 റക്അത്തിലായി 17 പ്രാവശ്യം നിർബന്ധമായും സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെയുമായി കൊണ്ട് നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്നു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. റബ്ബുൽ ആലമീൻ എന്നാൽ സർവലോക രക്ഷിതാവ്, സർവലോക നിയന്താവ് എന്നാണല്ലോ അതിന് അർത്ഥം. റബ്ബുൽ ആലമീൻ ലോകത്തിന്റെ മൊത്തം നിയന്താവ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അത് അല്ലാഹുവാണ് എന്ന് എല്ലാ ദിവസവും 5 വക്തിൽ 17 റക്അത്തിൽ 17 പ്രാവശ്യം ആവർത്തിച്ച് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അർത്ഥം അറിയുന്നവരും അറിയാത്തവരുമൊക്കെയായി എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളും നിസ്കരിക്കുന്നവരെല്ലാം പറയുന്ന പ്രഖ്യാപനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഈ പ്രഖ്യാപനം. അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവ് ആര്, ലോകം നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് ആർക്കും യഥാർത്ഥത്തിൽ തർക്കമില്ല, തർക്കമുണ്ടാകാൻ പാടുമില്ല. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇതര മതസ്ഥരോട് പോലും ഈ ലോകത്തിന്റെ മൊത്തം നിയന്താവ് ആരാണ്, ജഗന്നിയന്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അവരാരും ഏതെങ്കിലും മനുഷ്യന്റെ പേര് പറയുകയില്ല. ഏതെങ്കിലും പ്രതിഷ്ഠയുടെയോ പുണ്യപുരുഷരായി കാണുന്ന ഏതെങ്കിലും ആളുകളുടെയോ ഒരു പേര് പറഞ്ഞുകൊണ്ട് അവരാണ് ജഗന്നിയന്താവ് എന്ന് മുസ്ലിമീങ്ങളല്ലാത്ത ഇതര മതസ്ഥര് പോലും പറയുകയില്ല. ആ സ്ഥാനത്താണ് 30, 40, 50 കൊല്ലം കിതാബുകൾ ഓതി എന്ന് സ്വയം പറഞ്ഞു കിടക്കുന്ന വലിയ സ്ഥാനമുള്ളവരാണ് എന്ന് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു നടിക്കുന്ന ധാരാളം മഹല്ലുകളെ ഖാദിയായി, ഖതീബായി, മുദർരിസായി ആളുകൾക്കെല്ലാം എന്തിനും ഏതിനും മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് എല്ലാം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഈ ഒരു വിഷയത്തിൽ പോലും തർക്കമുണ്ടാക്കുകയും ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം പടച്ച റബ്ബ് ഇന്ന് അല്ലാഹു അല്ലാത്ത ചിലരെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യാതൊരു മടിയുമില്ലാതെ പച്ചമലയാളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതല്ലെങ്കിൽ ഒരിക്കലും ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് മുദബ്ബിൽ ആലം അല്ലാഹു മാത്രമെന്ന ഒരു ടൈറ്റിലിൽ ഒരു പ്രസംഗം വെക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. എന്നാൽ ഇന്നതല്ല, നാട് മുഴുവൻ സ്റ്റേജ് കെട്ടി പല ഉസ്താദുമാരും പ്രഖ്യാപിക്കുന്നു ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു മുസ്ലിയാരാണ് ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം. അതും ആലങ്കാരികമൊന്നുമല്ല, കേവലമായ ഒരു പദപ്രയോഗം മാത്രമല്ല, നേർക്കുനേരെ തന്നെ ഹഖായ ഹഖീഖത്തായ തന്നെ അല്ലാഹു തആല അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പോലും പ്രസംഗിക്കുന്നിടത്തേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശുദ്ധമായ കുഫ്റിന്റെ പ്രഖ്യാപനം, ശുദ്ധമായ ബഹുദൈവ ആരാധനയുടെ പ്രഖ്യാപനം വലിയ ഉസ്താദുമാരായി സ്വയം ചമയുന്ന ആളുകൾ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് ശരിയല്ല കൂട്ടരെ എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആശയം നമ്മുടെ നാടുകളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മാരപ്പാട്ടുകളിൽ, മൗലീദുകളിൽ, കുത്തുബിയ്യത്തിന്, റാത്തീബിന് സമാനമായ പദ്യഗദ്യങ്ങളിലെല്ലാം പണ്ടക്കും പണ്ടേ എഴുതി പിടിപ്പിച്ചതും ചൊല്ലി പഠിക്കുന്നതും നമ്മുടെ വീടുകളിൽ അർത്ഥമറിയാതെ പലരും ഭക്തിയോടുകൂടി ചൊല്ലി പോകുന്നതുമായ വരികളിൽ ഇതേ ആശയമുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല എന്ന് മാത്രം. ഇന്ന് മലയാളത്തിൽ പ്രസംഗിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി എല്ലാവരുടെയും വീടുകളിലേക്ക് അവനവന്റെ ഫോണിലേക്ക് അത് ലഭിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ആളുകളിൽ ചിലരെങ്കിലും അല്ലാഹുവിനെ പേടിയുള്ള, പരലോക വിശ്വാസമുള്ള, ദീനിനോട് സ്നേഹമുള്ള ചില സാധാരണക്കാരെങ്കിലും ചോദിക്കാൻ തുടങ്ങി, അല്ല സാറേ അപ്പുറത്തൊക്കെ കുറച്ച് അധികമല്ലേ, അങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് സമസ്തയുടെ ഉസ്താദുമാർക്കിടയിൽ, അത് APEക്ക് ഭേദമല്ലേ, സമസ്തയുടെ ഉസ്താദുമാർക്കിടയിൽ തന്നെ ഈ
വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്. എന്താണെങ്കിലും അത്രയൊരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വിഷയം വെച്ചുകൊണ്ട് ഇവിടെ പ്രോഗ്രാം വെക്കുന്നത്. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ ഇനിയും മനസ്സിലായിട്ടില്ല, അത് ഒന്നുകൂടെ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുണ്ട് എങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞ അവസാനത്തിൽ 10 മിനിറ്റ് വേണമെങ്കിൽ വല്ലവരും ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുകയുമാകാം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, സാധാരണ ശ്രദ്ധയിലേക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാർ നടത്തിയ ചില പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഏതാനും സമയം അത്തരം ചില പ്രസംഗ കഷ്ണങ്ങൾ ഞാൻ ആദ്യം കേൾപ്പിക്കുകയാണ്. കാരണം ഇപ്പറഞ്ഞൊക്കെ വെറുതെയല്ല, ഈ നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വലിയ വലിയ ഉസ്താദുമാർ തന്നെയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാർ അറിഞ്ഞിട്ടില്ലായിരിക്കാം, കേട്ടിട്ടില്ലായിരിക്കാം. എന്നല്ലെങ്കിൽ ഒരു പ്രസംഗം ഒന്നായി കേട്ടുപോയപ്പോ അതത്ര ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകാം. എന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ റഹ്മാനായ റബ്ബിന്റെ എന്തെല്ലാം നാമഗുണവിശേഷങ്ങളുണ്ടോ, റഹ്മാനായ റബ്ബിന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അവയെല്ലാം അതേപടി അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന അതേ ആശയങ്ങളാണ് ഇന്ന് പച്ച മലയാളത്തിൽ ഈ ഉസ്താദുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ഞാൻ ആദ്യം കേൾപ്പിക്കുകയാണ്. അഥവാ ഒന്നാമതായി കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്ത് എന്ത് നടന്നാലും ശരി, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലടക്കം എല്ലാം നടക്കുന്നത്, എല്ലാം ഉണ്ടാകുന്നത് എല്ലാം CM മടവൂരിൽ നിന്നാണ് എന്ന് പ്രസംഗിച്ചൊരു മനുഷ്യൻ. അഥവാ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തെല്ലാം നന്മയുണ്ടോ, ആ നന്മകൾ മുഴുവനും നമുക്ക് ലഭിക്കുന്നത് CM മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ ജീവിച്ചു പോയ മാനസിക രോഗിയായി മരണപ്പെട്ടു പോയ 33 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആ ഒരു മനുഷ്യനാണ്. അയാളിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത് എന്നൊരു ആശയം നേർക്കുനേരെ പ്രസംഗിക്കുന്ന ഒരു ഭാഗം സഹോദരങ്ങളെ നിങ്ങൾ ആദ്യം കേൾക്കുക. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ്. ദുനിയാവിലാകട്ടെ ആഖിറമാകട്ടെ എന്താണെങ്കിലും ശരി, നമുക്ക് എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എന്തെല്ലാം ഖൈറുകളുണ്ടോ, അത് മുഴുവൻ ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്ന് നേർക്കുനേരെ പച്ച മലയാളത്തിൽ പ്രഖ്യാപിക്കുന്ന ആളുകൾ അവരും നാട്ടിൽ ഏതെങ്കിലും പള്ളിയിലെ ഖതീബാണ്, അവർ ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദാണ്, അവർ ചില മഹല്ലുകളിലെ ഖാദിമാരാണ്, അവരാണ് നിക്കാഹ് ചെയ്യാനും തലാഖ് ചൊല്ലാനും മയ്യിത്തെടുക്കാനും പുതിയ വീട് താമസമാക്കാനും തുടങ്ങി ജീവിതത്തിലെ ഏതു രംഗത്തും നേതൃത്വം വഹിക്കാനായി ഓടി വരുന്നത് അത്തരം ആളുകളാണ്. അവര് വന്നാലേ ബറക്കത്ത് കിട്ടുമെന്നാണ് ആളുകളെ വിചാരം. എന്തിനും ഏതിനും അവരെ കൊണ്ട് ഓർപ്പിക്കുക, അവരെ സമ്മതം വാങ്ങുക, അവര് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ, ഒരു വീട് വെക്കാൻ, കിണർ കുടിക്കാൻ, ഒരു യാത്ര പോകാൻ, ജീവിതത്തിലെ എന്തേത് ആവശ്യങ്ങൾക്കുമൊക്കെ അവര് പറഞ്ഞെങ്കിലേ, അവര് വന്നെങ്കിലേ, അവർ അൽഫാത്തിഹ ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലേ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനാകൂ എന്നിടത്ത് സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിലുള്ള ആശയമാണ് അവർ പ്രഖ്യാപിക്കുന്നത്. നമുക്കുള്ള എല്ലാ നിഅമത്തും ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എല്ലാം തരാനുള്ളത് ശൈഖുനയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിനെ കുറിച്ച് സാധാരണ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമല്ലേ ഇവിടെ അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് CM മടവൂരിനെ കുറിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ സാധാരണ എന്ത് വിഷയം വന്നാലും എന്താ പറയാ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളലാണ്.
ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഇതല്ലേ നമ്മുടെ പ്രഖ്യാപനം. എന്തൊന്ന് കിട്ടിയാലും ശരി എല്ലാം പടച്ച റബ്ബിൽ നിന്നാണ്. നിങ്ങൾക്ക് എന്തൊക്കെ നിഅമത്തുണ്ടോ ആ നിഅമത്തുകളെല്ലാം റഹ്മാനായ റബ്ബിൽ നിന്നാണ് എന്നല്ലേ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത്. എല്ലാ നിസ്കാര ശേഷവും നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്ന ദിക്ർ എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ നീ നൽകിയാൽ തടയാൻ ആരുമില്ല റബ്ബേ, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല റബ്ബേ. ഇതല്ലേ നമ്മളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സ്ഥാനത്താണ് പറയുന്നത് നമുക്ക് എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ ആ നിഅമത്തുകൾ മുഴുവനും മടവൂരിൽ നിന്നാണത്രേ. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഇതാണ് ഇത്തരം ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റിയ ആശയമാണോ, ഇത് ദീനാണോ, ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണോ, അതെല്ലാം അതിൽ നിന്ന് തെറ്റിപ്പോയ ബഹുദൈവ ആരാധകന്മാരുടെ മറ്റു ഇതര ജാതി മതങ്ങളെ സ്വീകരിച്ച ആളുകളുടെ ആശയമാണോ? ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇനി എന്താണ് അർത്ഥമുള്ളത്? നമ്മൾ ചൊല്ലുന്ന ശഹാദത്ത് കലിമക്ക് ഇനി എന്ത് അർത്ഥമാണുള്ളത്? നമ്മുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രാർത്ഥനയ്ക്ക്, ഫാത്തിഹയിലെ പ്രഖ്യാപനത്തിന് എന്തർത്ഥമാണ് സഹോദരങ്ങളെ ഇനി ബാക്കിയുള്ളത്? ഇതെല്ലാം ശൈഖിൽ നിന്നാണെങ്കിൽ, ദുനിയാവും ആഖിറവും മടവൂരിൽ നിന്നാണെങ്കിൽ, എല്ലാം നൽകുന്നത് CM മടവൂരാണ് എങ്കിൽ പിന്നെ റഹ്മാനായ റബ്ബിന് എന്ത് പ്രസക്തിയാണുള്ളത്? അല്ലാഹു തആലയുടെ അതേ വിശേഷണങ്ങളെ, റഹ്മാനായ റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങളെ അതേപടി ഇവിടെ ശൈഖുമാർക്ക് വകവെച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. കഴിഞ്ഞില്ല, ഇത് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറഞ്ഞു പോയ ഒരു അബദ്ധമാണോ? ഒരിക്കലുമല്ല. എല്ലാ ഉസ്താദുമാരും ഈ ആശയമാണ്, ഈ വിശ്വാസമാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മഹല്ലിലെ ഖതീബിനെ പോയി കണ്ട് ചോദിക്കുക, ഖാദിയോട് ചോദിക്കുക, ഉസ്താദുമാരോട് ചോദിക്കുക, ലോകത്തിന്റെ നിയന്ത്രണം CM മടവൂരാണ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് അത് ശരിയാണോ? എന്താപ്പോ അല്ലാഹ് കഴിവാണ് കൊടുത്താൽ എന്നവർ ചോദിക്കുക. അതിനപ്പുറത്ത് ശരിക്കെന്താ വേണ്ടത്? എന്താണ് ഈ ചോദിക്കുന്നത്? ലോകത്തിന് എന്താണ് മടവൂരിനോ അത് അല്ലാഹ്ക്കല്ലേ എന്നാണ് പറയേണ്ടത്. ഒരു സാമാന്യ മുസ്ലിം പോലും അതേ പറയുകയുള്ളൂവെങ്കിൽ പതിറ്റാണ്ടുകൾ കിതാബോധിയ ആളുകൾ അതേ മടവൂര് തന്നെയാണ് നിയന്ത്രണമെന്ന് പറയുന്നിടത്തേക്ക് എത്തി. എല്ലാ കഴിവും അല്ലാഹു തആല ഒന്നിച്ച് CM മടവൂരിന് കൊടുത്തതാണ്. ആരുടെയും മുറാദ് ഹാസിലാക്കാൻ, ആർക്കും നിഅമത്ത് നൽകാൻ, ആരുടെയും രോഗം മാറ്റാൻ, ആർക്ക് ആവശ്യമായ എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായ ഒരു അധികാരം അല്ലാഹു തആല യഥാർത്ഥത്തിൽ തന്നെ മടവൂരിനെ ഏൽപ്പിച്ചു കൊടുത്തു അത്രേ. രോഗവുമായി വന്ന മടവൂര് പറയും വേണ്ട, രോഗം വേണ്ട, രോഗം വേണ്ട. CM പറഞ്ഞാൽ രോഗമില്ലാതെ എന്ത് രോഗമായിക്കോട്ടെ CM മടവൂരോട് പറഞ്ഞാൽ മടവൂരൊന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ രോഗമില്ല. കേട്ടോളൂ നിങ്ങൾ, ഉസ്താദുമാർ പ്രഖ്യാപിക്കുന്നത് തന്നെ. രോഗപ്രയാസങ്ങളുമായി വരുമ്പോൾ മരുന്ന് നിർദ്ദേശിക്കാറല്ല, മറിച്ച് അവിടെ നിന്ന് ഒരു വാക്കാണ്, അത് വേണ്ട, അതില്ല, ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വലിയ ഫലമാണ്. കണ്ടോ, ഒരാൾ സുഖമില്ലെന്ന് പറഞ്ഞു വന്നാൽ പിന്നെ ഒറ്റ വാക്ക, മരുന്നൊന്നുമില്ല, ഒറ്റ വാക്കെന്താ? രോഗം വേണ്ട, അത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി പിന്നെ അത് ഇല്ലാതായി പോകുന്നു. അവരങ്ങ് പറഞ്ഞാ മതി, അവരങ്ങ് പ്രഖ്യാപിച്ചാ മതി, അത് അതോടെ ഇല്ലാതായി പോയി. ആ CM മടവൂരോ ഒരുപാട് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്. അത് ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങൾ അയാൾക്ക് ഒരുപാട് വർഷങ്ങളായി മൂത്ര സംബന്ധമായ പ്രയാസമുണ്ടായിരുന്നു. മരിക്കാൻ സമയമായപ്പോഴേക്ക്, അവസാന കാലമായപ്പോഴേക്ക് അത് അധികമായി വന്നുവെന്ന് CM മടവൂരിന്റെ ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഷുഗർ രോഗിയായിരുന്നു. ആ ഷുഗർ ഓവറായി അവസാനം കണ്ണിന്റെ കാഴ്ച പോയി എന്ന് എല്ലാ ചരിത്ര പുസ്തകത്തിലും എഴുതി വെച്ചത് കാണാൻ കഴിയും. കാതിൽ മുറിവുണ്ടായി. ആ മുറിവ് ഈ ഷുഗർ കാരണം പഴുത്തു വന്നു. മരുന്നൊന്നും ഫലിക്കാതായി പല ചികിത്സയും ചെയ്തു, പക്ഷേ കാര്യമുണ്ടായില്ല. അവസാനം ഡോക്ടർമാര് പറഞ്ഞു ആ വിരൽ മുറിച്ചു മാറ്റണം. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. അതുകൊണ്ട് മുറിക്കാതെ ആ ചീഞ്ഞളിഞ്ഞ പഴുത്ത മുറിവുമായി മരിക്കുന്നവർ
വരെ കഴിഞ്ഞുകൂടി എന്നാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനിടയിൽ ഒരിക്കൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കാല് തെറ്റി സ്ലിപ്പായി വീണു. കാലിന്റെ എല്ല് പൊട്ടി വല്ലാത്ത പ്രയാസമായി. ഒരു മാസക്കാലം പിന്നെ ഒരാളെയും കാണാൻ പോലും നിൽക്കാതെ അദ്ദേഹം ഒരേ കിടപ്പ് കിടന്നിട്ടാണ് പിന്നെ മെല്ലെ മെല്ലെ നടക്കാനായത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അയാളെ പറ്റാ പറയണത്, അയാൾ ഒറ്റ വാക്ക രോഗം വേണ്ട, അത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ രോഗം ഉണ്ടാവൂല. അപ്പൊ ഇങ്ങനെ രോഗം ശിഫയാക്കാനുള്ള കഴിവ് നമ്മളൊക്കെ സാധാരണ രോഗിയെ ചെന്ന് കണ്ടാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായിട്ടുള്ളവനെ, അദ്ഹിബിൽ ബഅസ, ഈ രോഗം നീ ഇല്ലാതാക്കണേ, ഈ പ്രയാസം നീ ഇല്ലാതാക്കണേ. ഇശ്ഫി, നീ ശിഫയാക്കണേ. അൻത ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഇല്ല റബ്ബേ. റബ്ബേ, നീയാണ് ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, നിന്റെ ശിഫയല്ലാത്ത മറ്റൊരു ശിഫ ഇല്ല. ഇതാണ് വിശ്വാസികളുടെ വിശ്വാസം. വിശുദ്ധ ഖുർആനിലും സൂറത്തുൽ ശുഅറയിൽ അല്ലാഹു തആല പറഞ്ഞു, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ ശിഫയാക്കുന്നവൻ അല്ലാഹു തആലയാകും. ആ സ്ഥാനത്ത് ഇവിടെ ശൈഖിനെ ചെന്ന് കണ്ടാൽ മരുന്നല്ല, പ്രാർത്ഥിക്കലല്ല, അതൊന്നുമല്ല, നേരെ മറിച്ച് ആ രോഗം ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അത് ഒഴിവായി കിട്ടും. അതിനും അപ്പുറത്തേക്ക് ഇനി ലോകത്തടക്കുന്ന ഏതു കാര്യങ്ങളുടെയും നിയന്ത്രണങ്ങൾ വരെ CM മടവൂരിനാണ് എന്നും പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചു. എല്ലാം നിയന്ത്രിക്കുന്ന വിമാനങ്ങൾ പോലും, ആകാശലോകത്തൂടെ ചീറിപ്പായുന്ന ആയിരക്കണക്കായ വിമാനങ്ങൾ ഓരോ സെക്കൻഡിലും ലോകത്തുടനീളം എടുത്താൽ ആയിരക്കണക്കായ വിമാനങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിമാനങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ ഖബറിൽ 33 കൊല്ലമായി മറമാടപ്പെട്ട് കിടക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യരാണ് എന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിലെ വേങ്ങര കോയപ്പാപ്പാന്റെ വേറെ പതിപ്പാണ് CM മടവൂർ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ നാട്ടിലേക്ക് വേഗം മനസ്സിലാവും. CM മടവൂര് കോയപ്പാപ്പാന്റെ വേറൊരു പതിപ്പ്, അതാണ് CM മടവൂർ. ആ CM മടവൂര് അയാളെ ഖബറിൽ കടന്നുകൊണ്ട് ലോകത്ത് മുഴുവനുമുള്ള ആയിരക്കണക്കായ വിമാനങ്ങളെ ഓരോ നിമിഷത്തിലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്ന് കണ്ണ് ചിമ്മിപ്പോയാൽ എല്ലാം കൂട്ടിയെടുക്കുമെന്നാണ് പറയട്ടെ ഉസ്താദുമാർ തന്നെ. കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അതെ, കണ്ടോ, വലിയ മഹല്ലിന്റെ ഖാദിയാണ്. ഒരുപാട് കാലങ്ങളായി ഒരുപാട് ആളുകൾക്ക് കിതാബ് കൊടുക്കുന്ന മനുഷ്യരാണ്. മുസാവറ മെമ്പറാണ്. എന്നിട്ടാണ് പറയുന്നത് ശൈഖുന അവിടെ ഇങ്ങനെ കിടന്നിട്ട് ലോകമൊന്നാകെ ഇങ്ങനെ കാണുകയാണ്. കാണില്ല എന്ന് ഉറപ്പാ, അല്ലെങ്കിൽ ഇയാളൊക്കെ വന്നിട്ട് അപ്പം പൂസും, ഓടാവിടെ എന്തായി പറയണ അങ്ങനെ വല്ല കഴിവുണ്ടെങ്കിൽ. അപ്പൊ അവിടെ കിടന്ന് എല്ലാം കണ്ട് എല്ലാം നിയന്ത്രിച്ചിരിക്കുക. ഒന്ന് കണ്ണു ചെമ്മിപ്പോയാൽ വിമാനങ്ങൾ വരെ കൂട്ടിമുട്ടിപ്പോകും സംഭവിക്കുന്നവർ. ഇതെങ്ങനെ സഹോദരന്മാരെ നമുക്ക് പറയാൻ കഴിയുന്നു? ബാക്കിയെല്ലാം മാറ്റിവെച്ച് സുന്നി മുജാഹിദ് തർക്കങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ആലോചിക്കുക. ഇതാണോ ദീന്? ഇതാണോ ഇസ്ലാം? നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇനി എന്തർത്ഥമാണുള്ളത്? എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹ് എന്ന റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബ്, എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാം സംരക്ഷിക്കുന്ന റബ്ബ് എന്ന പ്രഖ്യാപനത്തിന് ഇനി എന്തർത്ഥമുണ്ട്? മാത്രവുമല്ല, ജീവിതത്തിൽ എന്തുണ്ടോ എല്ലാത്തിലും CM മദീന, CM മതി. ഞാൻ 4-5 പ്രസംഗം അടുപ്പിച്ചാൽ കേൾപ്പിക്കാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ശേഷം ബാക്കി വിഷയങ്ങൾ പറയാം. എന്തിനും ഏതിനും CM മതി എന്നുവരെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അതും കേൾക്കാൻ നമുക്ക് ശൈഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല.
സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ കണ്ടോ. അപ്പൊ എന്തിനും ശൈഖുനാ മതി, CM മടവൂര് മതി. എന്താവശ്യമുണ്ടോ അവിടെ പോയി പറഞ്ഞാ മതി. അത് ഫത്ഹാകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, എത്ര വലിയ അപകടം പിടിച്ച വർത്തമാനമാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ചെറിയൊരു വിഷയമല്ല, എന്തെങ്കിലും ഒരാവശ്യമല്ല, ലോകത്തേക്ക് മൊത്തം ഭാഷകൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി, സമയങ്ങൾക്കതീതമായി, കാലങ്ങൾക്കതീതമായി ലോകത്തേക്ക് മുഴുവനും, ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് എന്തിന് ഏതിന് ആരൊക്കെ വിളിച്ചാലും ശരി അതെല്ലാം തീർക്കാൻ കഴിയും. കാരണം എന്താ? ലോകം മുഴുവൻ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്രേ. ഈ ലോകം എന്ന് പറയുമ്പോ അറബി ഭാഷയിൽ അൽ ആലം എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. ആലം എന്ന വാക്കിന് മാ സിവല്ലാഹി സുബ്ഹാന, അല്ലാഹു തആല അല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം. പടച്ച റബ്ബ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പറയുന്ന പേരാണ് അൽ ആലം. അല്ലാഹ് ഖാലിഖ്, ബാക്കിയെല്ലാം മഖ്ലൂഖ്. ആ എല്ലാത്തിനും ഒന്നിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് ആലം. ദുനിയാവും ആഖിറവും, നരകവും സ്വർഗവും, അർശും കുർസിയും അടക്കമെല്ലാം, ആകാശഭൂമികൾ എല്ലാം അടങ്ങുന്നതാണ് ആലം. ആകാശം തന്നെ അല്ലാഹ് പറഞ്ഞത് സബഅ സമാവാത്, 7 ആകാശം. അതിൽ 7 ആകാശം ഏതാ കണ്ടുപിടിക്കാൻ പോലും മനുഷ്യന്മാർക്ക് ഇപ്പോഴും പറ്റിയിട്ടുണ്ട്. ഒന്നാം ആകാശത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ മാത്രമാണ് ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയത്. അതിനപ്പുറത്തേക്കുള്ള 7 ആകാശങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞതാണ്, ആ 7 ആകാശങ്ങൾക്ക് അപ്പുറത്താണ് റഹ്മാനായ റബ്ബുൽക്കിയ പ്രവിശാലമായ സ്വർഗ്ഗമുള്ളത്. സ്വർഗ്ഗത്തെ പറ്റി അല്ലാഹു പറഞ്ഞതോ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമികളും എല്ലാം കൂടിയാൽ ഉള്ളതിനേക്കാളും വിശാലമാണ് സ്വർഗം എന്നല്ല പറയുന്നു. നബി തങ്ങൾ പല ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ഏറ്റവും അവസാനം വരുന്ന മനുഷ്യൻ, എല്ലാം കഴിഞ്ഞ് ശഫാഅത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നരകത്തിലെ ഏറ്റവും അവസാനം രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനമായി കടന്നു വരുന്ന ആളെ കുറിച്ച് നബി തങ്ങൾ പറയാ, അവൻ അല്ലാഹു തആല നൽകുന്നത് ഫഇന്ന ലക മിസ്ല ദുനിയ വഅശ്റ അംസാലിഹാ. ദുനിയാവിന്റെ അത്ര നിനക്ക് നൽകാം, അതിന്റെ 10 ഇരട്ടിയും നൽകാം. സുബ്ഹാനല്ലാഹ്. ദുനിയാവിന്റെ അത്ര അതിന്റെ 10 ഇരട്ടി. ഭൂമിയുടെ അത്ര എന്നല്ല, ഭൂമിയും ആകാശവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ലോകമാണല്ലോ ദുനിയാവെന്ന് പറയുന്നത്. ആ ദുനിയാവും അതിന്റെ 10 ഇരട്ടിയും ആർക്ക്? സ്വർഗത്തിൽ ഏറ്റവും അവസാനം കടക്കുന്ന മനുഷ്യൻ. അപ്പോൾ സ്വർഗത്തിൽ ആദ്യമാദ്യം കടക്കുന്നവർക്ക് എത്രയാ ലഭിക്കുക? അല്ലാഹു അഅലം. ആ സ്വർഗം ഒരു ലോകമാണ്, നരകം മറ്റൊരു ലോകമാണ്, ദുനിയാവ് മറ്റൊരു ലോകമാണ്, അർശ് കുർസി മറ്റൊരു വലിയ ലോകമാണ്. നബി തങ്ങൾ പറഞ്ഞു കുർസിയുടെ മഹത്വം. ഖുർആനും പറഞ്ഞു വസിയ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ കുർസി ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. 7 ആകാശവും 7 ഭൂമിയും എല്ലാം വെച്ചിട്ട് അത് കുർസിയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു വിശാലമായ മരുഭൂമിയിൽ ഒരു ചെറിയ വട്ടക്കണ്ണി വെച്ചത്രേ ഉണ്ടാവുള്ളൂ ആകാശഭൂമികൾ. ഒരു വലിയ മരുഭൂമി, ആ മരുഭൂമിയിൽ ഇരുമ്പിന്റെ ചെറിയൊരു വളയം വെച്ചാൽ ഈ മരുഭൂമിയുടെ വലിപ്പം എത്രയാണ്, ഈ വളയത്തിന്റെ വലിപ്പം എത്രയാണ്. ഇതാണ് ആകാശഭൂമികൾ കുർസിയുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ. കുർസി മരുഭൂമിയാണെങ്കിൽ 7 ആകാശവും 7 ഭൂമിയും കൂടെ ഈ വട്ടക്കണ്ണി പോലെ ഉണ്ടാവുള്ളൂ. അതാ വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. ഇനി ആ കുർസിയെ അർശുമായി തട്ടിച്ചു നോക്കിയാലോ ഇതുപോലെ തന്നെയാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അഥവാ ഈ വിശാലമായ കുർസിയെ അത് അർശുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. ആ കുർസിയെ ഒരു വട്ടക്കണ്ണിയുടെ വലിപ്പമാണെങ്കിൽ അർശ് ആ വിശാലമായ മരുഭൂമി പോലെയാണ്.
അപ്പൊ 7 ആകാശവും 7 ഭൂമിയും അത് തന്നെ നമുക്കറിയില്ല. അതിന്റെ ലക്ഷോപലക്ഷം ഇരട്ടിയാണ് കുർസിയ്, അതിന്റെ ലക്ഷോപലക്ഷം ഇരട്ടിയാണ് അർശ്. ഈ ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗം, അതുപോലെ തന്നെയാണ് നരകം. ഇതല്ലാത്ത നമുക്കറിയാത്ത മറ്റു ലോകങ്ങളുണ്ടോ? അതും അറിയില്ല. ഇതെല്ലാം ചേർന്നാൽ പറയുന്ന പേരാണ് അൽ ആലം. പക്ഷികൾ, മൃഗങ്ങൾ, ജിന്നുകൾ, പിശാചുക്കൾ, മലക്കുകൾ തുടങ്ങി എല്ലാം ഉൾക്കൊള്ളുന്ന അല്ലാഹു അല്ലാത്ത ബാക്കിയെല്ലാം. അതിനാണ് അറബിയിൽ അൽ ആലം, മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ മുദബ്ബിർ, റബ്ബുൽ ആലം, ലോകത്തിന്റെ റബ്ബ്, നിയന്താവ് എന്ന അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഈ ഒരു വിശാലമായ അർത്ഥത്തിലാണ്. എന്നാ ഇന്ന് ഉസ്താദ്മാര് പറയാ ആ അർശും കുർസിയും വരെ മടവൂർ ശൈഖുനായുടെ കയ്യിലാണത്രേ. പറയട്ടെ, ഉസ്താദ്മാർ തന്നെ പ്രഖ്യാപിക്കുന്ന ആ ഭാഗം കൂടി കേൾക്കാം നമുക്ക്. ബൈത്ത് ഫുതൂഹുൽ ഗൈബിന്റെ അവസാന ഭാഗത്ത് ഈ ബൈത്തുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. എന്താണ് അതിൽ പറഞ്ഞത്? അള്ളാഹു എനിക്ക് അധികാരം തന്നു, വിലായത്ത് തന്നു, എല്ലാ സന്ദർഭങ്ങളിലും തസ്രീഫ് ചെയ്യാൻ, അതാണ് തദ്ബീർ, കൈകാര്യം ചെയ്യാനുള്ള അധികാരം അല്ലാഹു എനിക്ക് തന്നു. വമല്ലകനി കുല്ലൽ ജിനാനി വമാ ഹവാ വകുല്ലു മുലൂക്കിൽ ആലമീന റഇയതി, സ്വർഗങ്ങളുടെ അധികാരം വരെ അല്ലാഹു എനിക്ക് തന്നു. എല്ലാ രാജാക്കന്മാരും, ലോകത്തുള്ള സർവ്വ രാജാക്കന്മാരും റഇയതി, എൻ്റെ പ്രജകളാണ്. വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലഹാ കദൽ അർശി വൽ കുർസി ഫീ ത്വയ്യി കദൽ അർശു വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ളതി, അല്ലാഹുവിൻ്റെ അർശും കുർസിയും ഒക്കെ എൻ്റെ ഉള്ളൻ കയ്യിലാണെന്ന് ബഹുമാനപ്പെട്ടവരുടെ പ്രഖ്യാപനം. വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ, യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ അധികാരമുള്ള സ്ഥലങ്ങളൊക്കെ എൻ്റെ അധികാര പരിധിയിലാണ്. സഹോദരന്മാരെ, എന്താണ് ഈ പറഞ്ഞത്? എത്ര വലിയ വർത്തമാനമാണ്. അല്ലാഹുവിന് മോനുണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു കബറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, പടച്ച റബ്ബിന് ഒരു പുത്രനുണ്ടായി, മകനുണ്ടായി എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞതാണ് കബറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ നാവിൽ നിന്ന് വരുന്ന, വായിൽ നിന്ന് വരുന്ന വാക്ക് എത്ര വലിയ വാക്കാണ്. ഇൻ യഖൂലൂന ഇല്ലാ കദിബ, കളവല്ലാതെ അവരെ പറയുന്നില്ല. വീണ്ടും അല്ലാഹു പറഞ്ഞു അവരെ വാക്ക് കാരണം ആകാശങ്ങൾ പോലും പൊട്ടിപ്പിളരാറായിരിക്കുന്നു, ഭൂമി പൊട്ടിത്തകരാറായിരിക്കുന്നു, പർവ്വതങ്ങൾ പോലും പൊടിപൊടിയായി പാറാനായിരിക്കുന്നു. അത്രയും വലിയ ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത്. അതിനേക്കാൾ വലിയ വാക്കല്ലേ സഹോദരന്മാരെ ഈ പ്രഖ്യാപിച്ചത്? കദൽ അർശു വൽ കുർസിയു ഫീ ത്വയ്യി ഖബ്ളതീന, അർശും കുർസിയും എന്റെ ഉള്ളൻ കയ്യിലാണ്. ഇത് എങ്ങനെ പറയാൻ സാധിക്കും? ഇത്രയും ആയപ്പോ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ചർച്ചയായി, അല്ല ഇത് പറയാൻ പറ്റുമോ, ഇതിന് പിടിച്ചം വിട്ടുപോയില്ലേ, യഥാർത്ഥത്തിൽ എങ്ങനെ പറയാൻ അവസരം ഉണ്ടായത്? പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും നാടന്മാരൊക്കെ പറയാ നമ്മളാരും മഹാന്മാർ തേടുന്നില്ല, നമ്മളാരും അമ്പ്യാക്കന്മാർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, നമ്മുടെ ചേട്ടം അള്ളാഹുവോട് തന്നെയാണ്, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരെ ഇടയാളന്മാരാക്കുന്നു എന്നേയുള്ളൂ എന്നാണ് പണ്ടൊക്കെ പറയാ. കറാമത്തില്ലേ, മുഴിസത്തില്ലേ, ഒരൊക്കെ വലിയ വലിയ മഹാന്മാരില്ലേ എന്നൊക്കെ ന്യായവും പറയും. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഈ കറാമത്തിനെ മുഴിസത്തിനെയൊക്കെ കൊടുത്ത കഴിവ് എന്നൊരു പുതിയ ലേബൽ കയറി വന്നത്. കൊടുത്ത കഴിവ്, ഇപ്പൊ അതാ പറയാ കൊടുത്ത കഴിവെന്ന് ചോദിക്കാം. ഈ കൊടുത്ത കഴിവ് പറഞ്ഞപ്പോഴേ മുജാഹിദീങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. എനിക്ക് കൊടുത്ത കഴിവ് എത്രയാ കൊടുത്ത കഴിവ്? അന്ന് ചില ഉസ്താദുമാരൊക്കെ പറഞ്ഞു കഴിവിന് പരിധിയില്ല. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന ആയത്ത് അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് പല ഉസ്താദുമാരും പറഞ്ഞു അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ യാതൊരു പരിധിയുമില്ല. അന്ന് നമ്മൾ പറയുന്നത് അപകടമാണ്. കാരണം ഈ പോക്ക് പോയാൽ പിന്നെ പിടുത്തം കിട്ടൂല, ആർക്കെന്തും ബാധിച്ചു. കറാമത്ത് ക്ഷണിക്കല്ല, ഒരാൾ അല്ലാഹു തആല ആദരിക്കുന്നു, അയാളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി അല്ലാഹു തആല ഇടപെടുന്നു, അതാ കറാമത്ത്. നബിതങ്ങൾ പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 സ്വഹാബിമാര് വീട്ടിൽ പോയി.
നല്ല ഇരുട്ടാണ്, വെളിച്ചമില്ല, ഇരുട്ടത്തിങ്ങനെ പോകുന്നു. അങ്ങനെ അവരങ്ങ് ഇരുട്ടിലേക്ക് ഇറങ്ങിയപ്പോ പെട്ടെന്ന് അവരെ മുമ്പിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുകയാണ്. ആ വെളിച്ചം ഇങ്ങനെ മുന്നിൽ പോയി, അവരിങ്ങനെ ആ വെളിച്ചത്തിൽ ഇങ്ങനെ പോയി. കുറെ കഴിഞ്ഞപ്പോ റോഡ് രണ്ടായി തിരിയുന്നു. രണ്ടു വഴിക്ക് പോകണം, രണ്ടാളും രണ്ടു വഴിക്കാണ് പിരിയുമ്പോ ഈ വെളിച്ചവും രണ്ടായി പിരിഞ്ഞു. ഓരോരുത്തരൊക്കെ ഓരോന്നിങ്ങനെ പോയി. പരീക്ഷണെത്തിയപ്പോ പിന്നെ ആ വെളിച്ചം കാണാൻ. ഇതിപ്പോ ഒരു കറാമത്താണ്. ഈ വിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ വന്ന ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച സ്ഥിരപ്പെട്ട കറാമത്താണ്. ഇതിപ്പോ കൊടുത്ത കഴിവ് എന്നുള്ളൊരു ലേബൽ എങ്ങനെ ഒട്ടിക്കാം? പിറ്റേന്ന് പോലും പള്ളിക്ക് വരുമ്പോ പിന്നെ വെളിച്ചല്ലാതെ പോലും ഞാൻ കറാമത്തുണ്ട്, ഇനി വെളിച്ച ആവശ്യമില്ല എന്ന് പറയും. അവരെ വീടിന് മുമ്പിൽ വലിയുല്ലാഹി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചോ? പരിശോധനാ സമയം ഉണ്ടായോ? ഇല്ല. ഇതുകൊണ്ട് എങ്ങനെ ഇപ്പൊ രോഗം മാറ്റാം? ഇതുകൊണ്ട് എങ്ങനെ മുറാദ് ഹാസിലാക്കാം? ഇതുകൊണ്ട് എങ്ങനെ വിസ അടിച്ചു കൊടുക്കാം? ഇതുകൊണ്ട് എങ്ങനെ ജോലി ശരിയാക്കി കൊടുക്കാം? അതും ഇതും എന്ത് ബന്ധമുണ്ട്? നേരെ മറിച്ച് ഈ അല്ലാഹു തആല അവരെ ആദരിച്ചുകൊണ്ട് നടപ്പാക്കിയ ഒരു കാര്യമാണ്. മറിയം ബീവിയുടെ കറാമത്താണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജഅ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്, എളാപ്പയാണ്. ഉമ്മാന്റെ അനിയത്തിൽ കിട്ടിയ ഭർത്താവാണ് സക്കരിയ നബി അലൈഹി സ്വലാം. ആ സക്കരിയ നബിയുടെ കഫാലത്തിലാണ് മറിയം ബീവി പള്ളി താമസിക്കുന്നത്. വകഫലഹാ സക്കരിയ, കഫാലത്ത് സക്കരിയ നബി ഏറ്റെടുത്തത്, സംരക്ഷണം ഉത്തരവാദിത്തം. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോഴൊക്കെ അവരുടെ മുമ്പിൽ ഭക്ഷണം കാണുന്നു. മറിയമേ, എവിടുന്നാണിത്? ഹുവ മിൻ ഇൻദില്ലാ, അത് റബ്ബിന്റെ പക്കൽ നിന്നാണ്. കറാമത്താണ്. ഇതെങ്ങനെ കൊടുത്ത കഴിവെന്ന് പറയാം? ഇനി കൊടുത്ത കഴിവായിട്ട് ലോകത്ത് എവിടുന്നും ആർക്കും ഭക്ഷണം ആവശ്യമുണ്ടോ? മറിയമേ വിളിച്ചാൽ മതി എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. പക്ഷെ കറാമത്തിന് കൊടുത്ത കഴിവ് എന്ന് പേരിട്ടുകൊണ്ട് ലോകത്തുള്ള എന്തും ഏതും കൈകാര്യം ചെയ്യാനുള്ള കഴിവായി അതിനെ പിന്നീട് ഊതി വീർപ്പിച്ച് കൊണ്ടുവന്നു ഇത്തരം ആളുകൾ. എല്ലാ പരിധിയും വിട്ടു. അവസാനം ലോകം മുഴുവനും അർശും കുർസിയും നരകവും സ്വർഗവും അടക്കം ഇവരൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മൗലിദിലുണ്ട്. നമ്മളൊക്കെ പണ്ടേ മൗലിദ് ചൊല്ലിട്ട് പറയും മൗലിദ് ഇങ്ങനെ ഉണ്ട്. മൗലിദിൽ പല ആശയമൊക്കെയുണ്ട്. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച്, റിഫായി ശൈഖിനെ കുറിച്ചൊക്കെ എഴുതി വെച്ച മാലപ്പാട്ടുകളിൽ, മൗലിദ് കിതാബുകളിൽ ഇതേ ആശയം പഠിപ്പിക്കുന്നുണ്ട്. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് കാണാം, ആകാശം ഭൂമിക്കപ്പുറത്ത് അവർക്ക് അധികാരമുണ്ട് എന്ന പ്രഖ്യാപനം. ബനാമതയിലും കേളി മികന്തോപറന്നാണ്. 7 ആകാശങ്ങളിലും കേളി കേട്ടവരാണ് അവർ. മാത്രമല്ല ആകാശത്തും മേലെ ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെയുള്ളവർ. ആകാശത്തിന് മേലെ ഭൂമിക്ക് താഴെ അത് മുഴുവനും മുഹീദ്ദീൻ ശൈഖിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അവർ അധികാരത്തിന്റെ കൊടി അത്രയും നീളമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം ആകാശങ്ങൾക്ക് മീതേക്ക് ഭൂമിക്ക് താഴേക്ക് വരെ നീണ്ടു നിൽക്കുന്ന അധികാരമുണ്ട് മുഹീദ്ദീൻ ശൈഖിന് എന്ന് പാട്ടിൽ പറഞ്ഞപ്പോ അന്ന് നമ്മളൊക്കെ പാടി പറഞ്ഞു. അപ്പോ ഉസ്താദ്മാർ പറയും അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ ആലങ്കാരികമാണ്, അതൊക്കെ അങ്ങനെ മജാസാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അത് മലയാളത്തിൽ പറയാൻ തുടങ്ങി. അപ്പൊ സാധാരണക്കാര് പോയി ചോദിക്കാൻ തുടങ്ങി, അല്ല ഉസ്താദേ ഇതെങ്ങനെ പറയാം, ഇത് കുറച്ച് അധികമായി പോയില്ലേ, ഇത് പറയാൻ പറ്റുമോ എന്നിങ്ങനെ വ്യാപകമായി ചോദ്യം വന്നപ്പോ ചില ഉസ്താദുമാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇത് ഓവറാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ സമസ്തപന ആശയപ്രകാരമോ ഇതൊക്കെ ശരിയാണ് പറയാൻ പറ്റും. സമസ്തന്റെ ആശയപ്രകാരം എന്താ? ഏതൊരാളെ പറ്റി എന്തും വിശ്വസിക്കാം, അയാൾക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി. അപ്പൊ ലോകത്തിലെ മൊത്തം നിയന്ത്രണം ആർക്കുണ്ട് വിശ്വസിച്ചാൽ കുഴപ്പമില്ല, ശിർക്കൊന്നും വരൂല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് ഇല്ലേ. ലോകം മുഴുവൻ നിയന്ത്രിക്കും, ഈ ലോകം ഒന്നാകെ പടക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്കൊന്നുമില്ല എന്നാണ് സമസ്തന്റെ ആശയം. അപ്പൊ ആ ആശയപ്രകാരം ഓരോരുത്തർ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞ് പിടുത്തം വിട്ടപ്പോഴാണ് ഉസ്താദുമാർ ചിലരൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞു ഇത് പറയാൻ പറ്റൂല, അത് കുറച്ച് ഓവറാണ്. അങ്ങനെ പള്ളി ദർസുകളിൽ അഖീദ പഠിക്കുന്ന, വിശ്വാസം പഠിക്കാൻ വേണ്ടി ഓതുന്ന ശറഹുൽ മഖാസിദ് എന്ന അല്ലാമ തഫ്താസാനി റഹിമഹുള്ളയുടെ കിതാബിന്റെ ഉദ്ധരണി വായിച്ചുകൊണ്ടാണ് പേരോട് ഉസ്താദ് പറഞ്ഞെടുത്തത് ഇത് പറയാൻ പറ്റൂല, ഇത് കുറച്ച് അധികമാണ്. ആ വാഴ കേൾക്കാം, പിന്നെ പറഞ്ഞത് പേരോട് ഓർമ്മയുള്ളൂ, അതോടെ കുടുങ്ങി. ശ്രദ്ധിക്കരിങ്ങൾ. ലോകം മുഴുക്കിയെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? നമ്മൾ സാധാരണ റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ് തന്നെ അതിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും റബ്ബ് അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഖാസിദിന്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ എഴുതിയത് കാണാം. വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാമി ഫീ അന്ന തദ്ബീറൽ ആലമി വഖൽഖൽ അജ്സാമി വസ്തിഖാഖൽ ഇബാദതി വഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസ്. അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ ലോകത്തിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, അതുപോലെ ഖരവസ്തുക്കൾ, അതുപോലെ ശരീരങ്ങൾ, തടികൾ, അതിന്റെ സൃഷ്ടിപ്പ്, വസ്തിഖാഖൽ ഇബാദതി, ഇബാദത്തിനുള്ള അർഹത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സംഗതികളുണ്ടല്ലോ. അതുപോലെ അതാ ഖദീമായ നിലക്കുള്ള സിഫത്തുകൾ, അത്തരം കാര്യങ്ങളെല്ലാം അത് അല്ലാഹുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാരും വഅനി ബിത്തൗഹീദിൽ മുത്ലഖ് അൻ യഅലമ അന്ന മുദബ്ബിറൽ ആലമി വാഹിദുൻ വഅൻ യഅലമ അയ്ളൻ അന്നൽ അബ്ദ ഗൈറു മുസ്തഖില്ലിൻ ബിഅഫ്ആലി നഫ്സി. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അവൻ അല്ലാഹുവാണ്. കണ്ടോ? അപ്പൊ പേരോട് മുസ്ലിയാരെ കിതാബ് ഓതി പറഞ്ഞു കൊടുക്കാറ്. മുദബ്ബിർ ആലം അല്ലാഹു മാത്രം. അതാ തൗഹീദുൽ മുത്ലഖ് എന്നാണ്. സാക്ഷാൽ തൗഹീദ്, ശരിയായ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കലാണെന്ത്? ലോകത്തിന്റെ മൊത്തം നിയന്താവ് അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അപ്പൊ അത് വിശ്വസിക്കാതെക്കലോ, അതിനപ്പുറം വിശ്വസിക്കലോ, അത് ശിർക്കാണ്. ലോകത്തിന്റെ നിയന്താവ് അല്ലാഹു മാത്രമാണ് വിശ്വസിക്കൽ തൗഹീദ്. അല്ലാഹു മാത്രമല്ല CM മടവൂരുമാണ് എന്ന് വിശ്വസിക്കലോ, അത് അല്ലാഹുവിൽ പങ്കു ചേർക്കല്. അല്ല, പേരോട് മുസ്ലിയാര് കിതാബ് തിരിച്ചുകൊണ്ടാ പറഞ്ഞത്. അല്ലാമ റാസി പറഞ്ഞിട്ടുണ്ട്, അല്ലാമ തഫ്താസാനി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. മാത്രവുമല്ല, നമ്മൾ നേരത്തെ കേട്ടല്ലോ, പകരം ഹസനി ഉസ്താദ് പറഞ്ഞ ലോകം മുഴുവനും വിമാനങ്ങൾ വരെ CM നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പേരോട് മുസ്ലിയാർ ചോദിക്കുക, അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്ന ആ ചോദ്യം കൂടി കേൾക്കാം. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ. ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ ശർഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അപ്പൊ കണ്ടോ, സുന്നത്ത് ജമാഅത്ത് ഉത്തരവാദിയല്ല. ഏതിന്? ലോകമൊന്നാകെ നിയന്ത്രിക്കുന്നത് മടവൂരാന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് ഉത്തരവാദിയല്ല. പകരം ഉസ്താദ് ഇപ്പോഴും ചാലിയത്തെ ഖതീബാണല്ലോ, ചാലിയത്തെ ഖാദിയാണല്ലോ, അവിടുത്തെ മുദരിസാണല്ലോ, AP സമസ്തയുടെ ഏറ്റവും ഉത്തരപ്പെട്ട സഭയിലെ അംഗമാണല്ലോ. അപ്പൊ സുന്നത്ത് ജമാഅത്ത് ഇല്ലാത്തോലും കമ്മിറ്റി ഉണ്ടതാണോ? സുന്നത്ത് ജമാഅത്ത് ഇല്ലാത്തോനും കമ്മിറ്റി മെമ്പറാണ്, അവര് ഖതീബാണ്, അവര് ഖാദിയാണോ? ഇത് എങ്ങനെ പറയും?
മാത്രമല്ല പേരോട് മുസ്ലിയാർ ഇതാണ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്ക് തുടങ്ങിയ ഉസ്താദന്മാർ അപ്പുറത്ത് അല്ല ഉസ്താദെ എങ്ങനെ അത് പറയാം? കാരണം ഒന്ന് പേരോട് പറഞ്ഞത് ആകാശഭൂമി നിയന്ത്രിക്കുന്ന മടവൂരാണെങ്കിൽ മടവൂര് ജനിക്കണം ആകാശഭൂമിയില്ലേ, അപ്പൊ എങ്ങനെ പറയാം? അപ്പൊ ഉസ്താദ് വെച്ച അല്ല ഉസ്താദ് ഇതല്ലേ മൗലൂദിലുള്ളത്, ഇതല്ലേ മൗലൂദിലുള്ളത്. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞില്ലേ 7 ആകാശം 7 ഭൂമിയൊക്കെ അവരുടെ കയ്യിലാണെന്ന് പറഞ്ഞില്ലേ. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമാടെന്നോവർ. ഭൂമിയെല്ലാം ഒരു ഉണ്ട പോലെ എന്റെ കയ്യിലാണ് എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പാട്ടിലുണ്ട്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് ജനിക്കണം ഭൂമി അതെല്ലാം ഒരു ചുമടേ ഉള്ളൂ, ഒറ്റ ചുവട് ഒരു സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ ഭൂമി മുഴുവനും എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതാണ് പാട്ട് പറയുന്നത്. ശൈഖ് അത് പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും അത് ശരിയുമല്ല. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് അല്ല ഉസ്താദെ അപ്പൊ ഈ വജെന്താ കാട്ട, ഈ വെയ്ത്ത് എന്താ കാട്ട, ഈ പാട്ടെന്താ കാട്ട, ആ മൗലി എന്താ കാട്ട, ഈ മാല എന്താ കാട്ട? എല്ലാത്തിലുണ്ട്. നരക സ്വർഗം വരെ മുഹീദ്ദീൻ ശൈഖിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ولولا رسول الله بالعهد سابق لأغلقت أبواب الجحيم بعظمتي. വേണമെങ്കിൽ നരകമൊന്നാകെ പൂട്ടിയിടാൻ എനിക്ക് പറ്റും, പക്ഷേ നബി തങ്ങൾ വന്ന് പറഞ്ഞു പോയില്ലേ പാപികൾക്ക് നരകമുണ്ട് എന്ന്, അവിടെ ഇനിയിപ്പോ പൂട്ടാൻ വയ്യല്ലോ. നബി പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നരകം അടച്ചു മുട്ടുമായിരുന്നു എന്ന് ശൈഖിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വരികള്. മാത്രമല്ല സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരാണല്ലോ പറഞ്ഞത് എന്ന ആയത്തോടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണെന്ന് തഫ്സീറിലുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരാണല്ലോ ആയത്തോടി പറഞ്ഞത്. പേരോട് മുസ്ലിയാർ കിതാബ് വെച്ചുകൊണ്ട് പറയാണ് ലോകം മൊത്തം നിയന്ത്രിക്കുക അല്ലാഹ് പറഞ്ഞാൽ തൗഹീദിനെതിരാണ്. അപ്പൊ ആരാ തൗഹീദ് വിട്ടത്? അപ്പൊ സാക്ഷാൽ നൗഷാദ് മുസ്ലിയാർ ചോദിച്ചു, അല്ല പേരോട് മുസ്ലിയാരെ ഈ വാക്കോട് കൂടി AP ഉസ്താദിനെ വിരിഞ്ഞ് എന്താ മൂപ്പര് ചോദിക്കുന്നത്? കേട്ടോടുങ്ങൾ ആ ചോദ്യം. AP ഉസ്താദ് മുശ്രിക്കായി പോയില്ലേ ഈ ഗണത്തിൽ? മാത്രല്ല AP ഉസ്താദ് ഇപ്പൊ അസുഖമായി, കുറച്ചു കാലം അസുഖമായി, ഒന്നും കൊണ്ട് ശരിയായി. മർക്കസിൽ ആദ്യം പ്രസംഗിക്കുകയാണ്, ആദ്യത്തെ പ്രസംഗം. അതിൽ ഉസ്താദ് പറഞ്ഞ എന്താ? ശൈഖുന ഖുതുബുൽ ആലം. ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം ഒരേ അർത്ഥത്തിനാന്ന് അറിയാത്തവരില്ലല്ലോ. കേട്ടോളൂ, AP ഉസ്താദിന്റെ പുതിയ പ്രസംഗം പോലും അതല്ലേ വെച്ചുകൊടുക്കുക. ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ ആലം CM അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ശൈഖ് മടവൂർ ശൈഖ് നമ്മുടെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വന്ന് അവിടുത്തെ ഹേദാത്ത് സുജൂദ് ചെയ്ത് കുറച്ച് കല്ലെടുത്തിട്ട് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതൊക്കെ നമുക്കുള്ളതാട്ടോ. അങ്ങനെ ആ സ്ഥലമൊക്കെ ഒന്ന് നമ്മളെ കയ്യിലുള്ളത്, കല്ലെറിഞ്ഞ സ്ഥലമൊക്കെ നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. മാത്രല്ല പിന്നീട് പറഞ്ഞു വരുന്നത് മർക്കസ് വരെ മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനായുടെ കറാമത്താണെന്നാണ്. അപ്പൊ AP ഉസ്താദ് ഇപ്പോഴും ആ ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നൗഷാദ് ചോദിക്കല്ല, അപ്പൊ ഇത് പ്രകാരം പേരോട് മുസ്ലിയാരുടെ വാദപ്രകാരം AP ഉസ്താദ് മുസ്ലിക്കല്ലേ? കണ്ടോ, നമ്മൾ പണ്ട് മൗലൂദും മാലയൊക്കെ പാടിയിട്ട് പറഞ്ഞു ചെല്ലലെ കൂട്ടരെ ചൊല്ലല് ശിർക്കാണ്, തൗഹീദിനെതിരാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മുസ്ലിക്കാക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യന്മാര് ഇപ്പൊ തമ്മ ചോദിക്ക, അല്ല പേരോട് മുസ്ലിയാർ ഈ ഓതിയ കിതാബ് പ്രകാരം AP ഉസ്താദ് എന്താ ചെയ്യാ? അപ്പൊ ഞാൻ കിതാബ് എടുക്കണോ AP ഉസ്താദ് എടുക്കണോ എന്നാ പ്രശ്നം. അപ്പൊ കിതാബിലുണ്ട് ഇതൊക്കെ ശിർക്കാന്നുള്ളത്, ശർഹുൽ മഖാസിലുണ്ട്, അല്ലാമ റാസി പറഞ്ഞിട്ടുണ്ട്. എന്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മാത്രമാണ് മുദബ്ബിറുൽ ആലം എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അതിനപ്പുറം പോയാൽ തൗഹീദിനപ്പുറമാണ്, അത് ശിർക്കാണ്, റബ്ബിൽ പങ്കു ചേർക്കലാണ് എന്ന് കിതാബിലുണ്ട്.
നമ്മളൊക്കെ കിതാബ് എന്നപ്പോ പലരും ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പൊ കിതാബ് തിരിഞ്ഞത് വലിയ 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 ഉസ്താദുമാരില്ലേ, ഓർക്ക് എന്താ കിതാബ് തിരിയാത്തത് എന്ന്. ഇപ്പൊ ആ ഉസ്താദുമാരും പറഞ്ഞു കിതാബിലുണ്ട്. അപ്പോഴാ മറ്റോ ചോദിക്കാനില്ല, അങ്ങനെയാണെങ്കിൽ ആ കിതാബ് പ്രകാരമാണെങ്കിൽ, പേരോട് പറഞ്ഞ പ്രകാരമാണെങ്കിൽ പിന്നെ AP ഉസ്താദിന്റെ വിധി എന്താണ് എന്ന് വരെ അവിടെ ഇങ്ങോട്ട് ചോദ്യം വന്നു. അപ്പൊ ആകെ പ്രശ്നമായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേരോട് മുസ്ലിം പ്രസംഗാണെന്നൊരു ആകെ പ്രശ്നം. അവസാനം തീരുമാനിച്ചു, നമ്മൾ കാര്യം ചെയ്യാം, വഴുതു പറയാൻ പോണ എല്ലാവരും വിളിച്ചു. അങ്ങനെ AP സമസ്ത അവരെ പ്രഭാഷകന്മാരെ മുഴുവൻ ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അതിനെ വിളിച്ചുകൂടി ക്ലാസ് എടുത്തു കൊടുക്കുക ഒന്നും പറയാൻ പറ്റൂല, ഇതൊക്കെ കുറച്ച് ഓവറാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നമാണ് എന്നൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി ജില്ലാ ഉലമാ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജില്ലയിലും വിളിച്ചു കൂട്ടാൻ തുടങ്ങി. പക്ഷേ 1-2 ജില്ല വിളിച്ചപ്പോഴേക്ക് ആകെ കച്ചവടം, ഭയങ്കര പ്രശ്നം. റെക്കോർഡിംഗ് ഇല്ല, ലൈവില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും സമ്മേളനം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ റെക്കോർഡും പുറത്തായി. എല്ലാവരുടെ കയ്യിലും ഫോണുള്ള കാലം. ഇത് എല്ലാവരും റെക്കോർഡ് ചെയ്തു, അത് ഒന്നാകെ സോഷ്യൽ മീഡിയ ലഭ്യമായി. അപ്പൊ 2-3 ജില്ല നടത്തി ഈ തൽക്കാലം നിർത്താൻ തീരുമാനം നടത്തിയ പ്രശ്നം. ചോദ്യം കൊണ്ട് ചോദ്യം. ഈ വേദന മൂലമായി ചോദിക്കല്ല, എങ്ങനെ പറയാ? നിങ്ങളിപ്പോ ആശയം ശരിയല്ലല്ലോ. എന്താ ഇപ്പൊ ലോകം മടവൂരാപ്പന എന്താ പ്രശ്നം? നമ്മുടെ വിശ്വാസം പ്രകാരം സ്വയം കഴിവുണ്ട് വിശ്വസിച്ചെങ്കിലല്ലേ ശിർക്ക് വരൂ. കൊടുത്ത കഴിവാൻ വിശ്വസിച്ചാൽ ശിർക്കില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ലോകം മൊത്തം നിയന്ത്രിക്കാൻ അല്ല കഴിവങ്ങൾ കൊടുത്തു എന്ന് വിചാരിച്ചാൽ പോലെ. ഇപ്പൊ CM അല്ല വിചാരിച്ചെന്താ കുഴപ്പം? അത് അല്ലാണ്ട് കഴിവ് കൊടുത്തോന്നാ പോലെ. CM അള്ളയാവാണ് കഴിവ് പഠിച്ചോൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ശിർക്ക് വരൂല എന്നാണ് സമസ്തന്റെ ആശയം. അങ്ങനെ ആകെ അലവി സഖാഫിയും അതേപോലെ പേരോട് സഖാഫിയും ഒക്കെ ഈ സമ്മേളനങ്ങളിൽ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ അധികം മുന്നോട്ട് പോകുന്നില്ല. അപ്പോഴേക്ക് ചോദ്യം കൊണ്ട് 5 കളി തൽക്കാലം ഉലമാ സമ്മേളനം നിർത്തിവെച്ചു. അലവി സഖാഫി നടത്തിയ ഒരു പ്രസംഗം പുറത്തു വന്നു. അതിൽ ഒരു ഭാഗം സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുക. അവരുടെ ബുദ്ധിയുടെ ആ കതിർ അനുസരിച്ച് സംസാരിക്കാനുമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കൽപ്പനയുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. അപ്പൊ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ പറയാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 81-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന കഥകളും സംഭവങ്ങളും വിഷയങ്ങളും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് സത്യമായിരിക്കാം. പക്ഷെ ജനങ്ങൾ, നമ്മുടെ പ്രബോധിതരായ ആളുകൾ ആരാണ്? അവരെ നോക്കിയിട്ട്, അവരുടെ ഫഹ്മ് നോക്കിയിട്ട് സംഗതി പറഞ്ഞു കൊടുക്കാവൂ. അതുകൊണ്ടോ അപ്പൊ അവര് വഴുതരാൻ പോണ ഉസ്താദമായിട്ടുള്ള ക്ലാസ്സാ. ഇതൊക്കെ സത്യമായിരിക്കാം, പക്ഷേ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ കറാമത്തിന് ഒരു ബൗണ്ടറി സ്ഥാപിക്കാം, കറാമത്തിന് പരിധി വെക്കാം. നമ്മൾ പറഞ്ഞ കറാമത്തിന് പരിധി ഇല്ല, അത് പഠിച്ചോ നടപ്പാക്കുക. കറാമത്തിന് പരിധി ഉണ്ട് അർത്ഥം അള്ളാഹ്ക്ക് പരിധി ഉണ്ട്. അള്ളാഹ്ക്ക് എന്താ പരിധി? കറാമത്ത് ഈ മഹാന്റെ കഴിവല്ല, മുഅ്ജിസത്ത് ആ നബിയുടെ കഴിവല്ല, അവരല്ല പ്രകടിപ്പിക്കുന്നത്, പടച്ചോനാ പ്രകടിപ്പിക്കുന്നത്. അതിനെന്താ പരിധി? അള്ളാഹ്ക്ക് എന്ത് പ്രകടിപ്പിച്ചു? അപ്പൊ അതിന് പരിധി വേണമെന്നാണ് അലവി സഖാഫി പ്രസംഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഒപ്പമുള്ള ഉസ്താദുമാരൊക്കെ പാടെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അല്ല ഉസ്താദ് അത് പറയാൻ പറ്റൂലല്ലോ, അതെങ്ങനെ പറയാ? അത് പറഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് കഴിഞ്ഞ് മൂലയന്മാർ ഇറങ്ങി. ഉസ്താദ് ചോദിക്കുന്നു, എന്ത് പരിധി? എങ്ങനെയാ പരിധി? ഈ പരിധിയാണെങ്കിൽ ഇത്രയും കാലം പറഞ്ഞ വയലും എന്താ കാറ്റാന്ന് നോക്കണം. നമ്മൾ ഇത്രയും കാലം വയൽ പറഞ്ഞില്ലേ, പരിധി ഇല്ലാതെ അല്ല കൊടുക്കും. ഇപ്പൊ പറയാ പരിധി വേണം, ഇത് ശരിയാവൂല. പറയട്ടെ മുസ്ലിയാക്കന്മാർ, എന്നാണ് ഈ പരിധി വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചെറിയ കുട്ടിയായ കാലം മുതൽ നമ്മൾ പഠിച്ചതല്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്നു. ഒരു കൈയും കണക്കും അതിനില്ല, ഒരു പരിധിയുമില്ല. ഇത് വഅദ് പറഞ്ഞവരല്ലേ നമ്മൾ, ഇത് കേട്ടവരല്ലേ നമ്മൾ. എന്നിട്ടതാ കറാമത്തിന് പരിധിയുണ്ട്. എന്താ പറഞ്ഞെന്ന്?
അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഇത്രയും കാലം വയലു പറഞ്ഞത് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ല കണക്കില്ലാതെ കൊടുക്കുന്നല്ലേ ആയത്തോതി പറഞ്ഞത്. ഇപ്പൊ പറയാ പരിധി വേണം. എന്തു പരിധിയാ? എങ്ങനെയാ പരിധി? അതൊന്നും പറയാൻ പറ്റൂല എന്ന് സ്വന്തം അനുയായികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആകെ പ്രശ്നമായി. മാത്രമല്ല ഇനി ഈ കഥൊന്നും പറയാൻ പറ്റൂല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് മുഹീദ്ദീൻ ശൈഖിന്റെ കറാമത്ത് പറയാൻ പറ്റുമോ എന്ന് അപ്പൊ ചോദിക്കും. മുഹീദ്ദീൻ മലോദാൻ പറ്റൂല, മുഹീദ്ദീൻ മൗലിദ് ചെല്ലാൻ പറ്റൂല, ഇഫായി മൗലിദ് ചെല്ലാൻ പറ്റൂല, ഒരു മാലയും മൗലിദും റാത്തീബും ഒന്നും ചൊല്ലാൻ പറ്റൂല. കാരണം എന്താ? ഇതിലൊക്കെ ഇതേ കഥകളുണ്ട്, ഇതേ കഥകൾ അവിടെയുണ്ട്. അദ്ദേഹം തന്നെ പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. ഈ രണ്ട് നിബന്ധന അങ്ങ് വെച്ചാൽ ഗൗസുൽ ആലമിന്റെ ഒരു കറാമത്ത് പറയാൻ പറ്റും. അതെ. അപ്പൊ ഇവനെ പറയുന്ന രണ്ട് നിബന്ധന ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അതേപോലെ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയാത്തത്, അതൊന്നും പറയാൻ പാടില്ല. ഇത് വെച്ചാ പിന്നെ ഗൗസുൽ ആലമിന്റെ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരൊറ്റ കറാമത്ത് പറയാൻ പറ്റുമോ? ഒക്കെ പ്രശ്നമാണ്. അപ്പൊ മൗലിദ് പ്രശ്നമാണ്, റാത്തീബ് പ്രശ്നമാണ്, ഖുതുബിയ്യത്ത് പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. കാരണം അതിലൊക്കെ ഉള്ള കഥകൾ എന്താ? ഇത്തരം കഥകൾ തന്നെയാണ്. മൊയ്തീൻ കാണാം, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ, ഒറ്റ വാക്ക് മുഖവേക്കെടുത്ത് 3 കൊല്ലം കാത്തിരുന്നു മൊയ്തീൻ ശൈഖ്. കറാമത്താണ് അത്ര. അതെന്താ? ശൈഖ് നടന്നു പോകുമ്പോ വഴിയിൽ വേറെ ശൈഖിനെ കണ്ടു. അത് ഖിദ്ർ നബി അതാ പിന്നെ പറയണത്. അത് വേറൊന്നും. അങ്ങനെ പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞു. ആ സംസാര മറ്റേ ശൈഖ് പറഞ്ഞു, ഇവിടെ നിൽക്കിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ നിർത്തി പോയി. അവിടെ നിന്നല്ല മണിക്കൂറുകൾ കഴിഞ്ഞു. വൈകുന്നേരമായി, രാത്രിയായി, പിന്നെ നേരം വെളുത്തു, ദിവസങ്ങൾ പിന്നിട്ടു. അയാൾ വരുന്നില്ല. വിളക്കാൻ പറഞ്ഞാലേ പോകാൻ പറ്റുന്നത്. ആ നൃത്തം അവിടെ നിന്നു. ആ നൃത്തം നിന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോണ്ട് അതേ ഡേറ്റില് ആ സമയം ഉണ്ടായപ്പോ അയാൾ ഇങ്ങനെ വരും. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കേ. അപ്പൊ അന്ന് രാവിലെ 10:00 പോയതെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞപ്പോ അതേ ദിവസം രാവിലെ 10:00 ഇയാൾ വന്നു. നിങ്ങൾ നിൽക്കതല്ല, ശരിട്ടോ, സാരല്ല, ഭർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞപ്പോഴേക്ക് ഞാൻ വരട്ടോ. ഇയാള് പിന്നെ ഇയാള് പിന്നെ അടുത്ത കൊല്ലം ആ ഡേറ്റിനാണ്. അന്നും നിർത്തിപ്പോയി. അപ്പഴേ പറഞ്ഞ നിങ്ങളെ പണി ഒപ്പിക്കല്ലേ, നിൽക്കാൻ കഴിയില്ല. ഇയാള് പോയി. പിന്നെ വല്ല അടുത്ത കൊല്ലം അതാണ് ഒരു ചൊല്ല് മുതലായി മൂവാണ്ട് കാത്തോവർ. ഒരു ചൊല്ല് മുഖവിലക്കെടുത്തുകൊണ്ട് 3 കൊല്ലം കാത്തിരുന്നു. 3 കൊല്ലം നിന്നു. 3ാമത്തെ കൊല്ലം ഇയാൾ വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് പാസ്സായിട്ട് ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എത്ര കണ്ട് ഇത് പാലിക്കാൻ കഴിയുന്നു, ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ പാസ്സായിരിക്കും. അതിനാ 3 കൊല്ലം നിർത്തി. അപ്പൊ ഈ 3 കൊല്ലത്തെ നിസ്കാരം, നോമ്പും, ഈ 3 കൊല്ലത്തെ ഇബാദത്തും, ഈ 3 കൊല്ലത്തെ ഭക്ഷണം പാണിയും അന്ന് കഥയെ ചോദിച്ചു. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു. ഒറ്റക്കാലം നിന്ന് ഒരു ഖത്തം ഓതി തീർത്തു. എന്തിനേപ്പത് ചോദിക്കാൻ പറ്റില്ല. എന്തിനാ ഒരു കാലം നിൽക്കുന്നത്? ഒരു കാലം ഉള്ളെങ്കിൽ നിൽക്കണില്ല. ഇത് ഒരു കാലം വന്നിട്ട് ഒരു ഖത്തം ഓതി തീർത്താൽ പ്രത്യേകം മല കൂലിയും കിട്ടോ? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? അതില്ല. അപ്പൊ ഇതൊക്കെ എന്താ കാട്ടുക? ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയാത്ത കറാമത്തൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ തിരിച്ചു ചോദിക്കുക. അപ്പൊ പിന്നെ മൊയ്തീൻ ശൈഖിന്റെ ഏത് കറാമത്താ പറയാൻ പറ്റുക? എല്ലാം പ്രശ്നം. وعلم نبت الأرض كم من نباتتي وعلم رمل البحر كم هي رملتي. ഭൂമിയിൽ എത്ര മണൽത്തരിയുണ്ട് എനിക്കറിയാം, എത്ര ചെടികളുണ്ട് എനിക്കറിയാം. സമുദ്രത്തില് എത്ര തിരമാലകൾ അടിക്കുന്നുണ്ട് എണ്ണം എനിക്കറിയാം. അല്ലാഹുവിന്റെ അറിവ് എനിക്കറിയാം. അതിന്റെ അക്ഷരങ്ങൾ പോലും ഞാൻ ക്ലിപ്തപ്പെടുത്തുന്നുണ്ട്. ഇതല്ലേ മാലപ്പാട്ടിലുള്ളത്? ഇതല്ലേ മൗലിദിലുള്ളത്? ഇതല്ലേ റാത്തീബിലുള്ളത്? ഇതല്ലേ ഖുതുബിയ്യത്തിലുള്ളത്? യാ വൗസാഹി സമാ വൽ അർളി വൗസഹുമാ യാ ഫൈദ ഐനി വജൂദിഹിം വഗൈസഹുമാ. ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് കേന്ദ്രബിന്ദുവായിട്ടുള്ളവരെ,
ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് മഴ വർഷിപ്പിക്കുന്നവരെ, വെള്ളമൊഴുക്കുന്നവരെ, സഹായമായി വർത്തിക്കുന്നവരെ, അതല്ലേ ഖുത്ബിയത്തിലുള്ളത്. അപ്പൊ ഇത് ചൊല്ലാൻ പറ്റുമോ? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങള് ഉലമാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. കറാമത്ത് നിയന്ത്രിക്കാൻ ആര് ഇറങ്ങിയോ അവിടേക്ക് ഇതേ ചോദ്യം. ഇതൊക്കെ മുനീർ വാക്കബി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മറ്റു തുകാരൻ, അയാൾ പണ്ട് പ്രസംഗം നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ വളവന്നൂര് ഭാഗത്ത് 350 ഏക്കർ പാടം കത്തിയാനിട്ട് മൂപ്പര് ഒരു വടായി ഉണ്ടായി. അപ്പൊ ആളുകൾക്ക് ഇവിടെ ഒപ്പം കൂടാതെ എവിടെ കാണിച്ചു തരണം? ഇവിടെ വളവന്നൂരാണല്ലോ, വരി പോയി ഒക്കെ ഓരോരുത്തരും ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ കാണിച്ചു തരാൻ തയ്യാറുണ്ടോ? ലാസ്റ്റ് പറഞ്ഞു എനിക്കിപ്പോ പാടം അളക്കുന്ന പണിയല്ലേ, അപ്പൊ ഏക്കറിന് എനിക്ക് അത്ര ചിലപ്പോ 50 സെന്റ് ഉണ്ടാവുള്ളൂ. ഞാൻ രാത്രി വയറിഞ്ഞ് പോരുമ്പോ കണ്ടത് ഇപ്പോ അളക്കാൻ നിൽക്കുക, ഞാൻ പകല് പാടളക്കാൻ പോണ പണിയാ. അവിടെ ചിലപ്പോ കുറച്ച് മണ്ണിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോ കുറച്ച് ഏറുണ്ടാവും, ചിലപ്പോ കുറച്ച് കമ്മി ഉണ്ടാവും, ചിലപ്പോ 50 സെന്റ് കത്തിയിട്ടുണ്ടാവുള്ളൂ. അത് ഏക്കറ കണക്കിങ്ങൾ നോക്കണ്ട, കത്തികളോ ഇല്ലേ നോക്കിയാൽ മതി. പിന്നെ 350 ഏക്കറുള്ളത് ഒറ്റടിക്ക് 50 സെന്റായി ചുരുങ്ങിയ ഉപ്പരവായത്. അപ്പൊ ചില ഉസ്താദ്മാര് ഇറങ്ങി എന്തിനാ വാക്കവി ഇല്ലാത്ത കറാമത്ത് പറയണത്? ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ എന്തിനാ ഉണ്ടാക്കി പറയണത്? അപ്പൊ അങ്ങനെയാണ് പിന്നെ ബദർ മൊഴി ഓതാൻ പറ്റുമോ? ഈ കറാമത്ത് പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ ബദർ മൊഴി എങ്ങനെ ഓതാതെ പറയട്ടെ? മുമ്പ് ചോദിക്കുന്ന ചോദ്യം കൂടി കേട്ടോളി. അപ്പൊ അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മളെ മേത്തേക്ക് തിരിച്ചതാണോ? അതല്ല സുന്നത്തി ജമാഅത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തിരിച്ചതാണോ? അതല്ല ഈ റസൂലുള്ളാഹിന്റെ ബൈത്ത് ഇപ്പൊ വീട്ടുമ്പോൾ നമ്മള് ബദർ മൗലിദ് വന്ന സുന്നികളാണ്. ബദർ മൗലിദിന്റെ ഹദീസ് ഒന്നും അർത്ഥം ജനങ്ങൾക്ക് വായിച്ച് അർത്ഥം വെച്ചു കൊടുക്കാൻ വേണ്ടി അത് അറബിയിൽ ഇങ്ങനെ ഓതി പോകുമ്പോൾ ആൾക്ക് തിരിയില്ല. കണ്ടോ, ഇത് അറബിയിൽ ഇങ്ങനെ ഓതി പോകുമ്പോ ജനങ്ങൾക്ക് തിരിയില്ല. അർത്ഥം വെച്ചോണ്ടി അപ്പ അറിയാതെ കാരണം അർത്ഥം വെച്ചാൽ മൂപ്പര് പറഞ്ഞ അതേപോലത്തെ പടാജാതിലൊക്കെയുള്ളത്. ബദർ മൗലിദ് മൊത്തം എടുത്താൽ 6 നോണ മൊത്തം ഉള്ളത്. ബദർ മൗലിദിന് മൊത്തം പറഞ്ഞത് 6 നോണ. എന്നിട്ട് മൂപ്പരെ പറയാ അപ്പൊ ഇതെങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക? ഞാൻ പറഞ്ഞെന്താ, അവിടെ പാടം കത്തി പല കത്തിയില്ല, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ ബദർ മൗലിദ് അംഗീകരിക്കാൻ പറ്റൂല. അതിലുണ്ടല്ലോ ഇതേപോലത്തെ കഥ നാം പഠിച്ചു. അപ്പൊ എവിടെ ചവിട്ടിയാലും അപ്പുറത്ത് പൊന്താണ് മാല മൗലിദ് റാത്തീബ് ഇതൊക്കെ പാട് തിരിച്ചടിക്കുക. ഇതേ കഥകൾ അതിലൊക്കെ ഉണ്ട്. ഒന്നുകിൽ മൊത്തം ഒഴിവാക്കലേ പറ്റുള്ളൂ, അല്ലെങ്കിലോ ലോകം മൊത്തം ഇപ്പോ പഠിച്ചോടൊന്നല്ല ഒക്കെ മടവൂന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാനല്ല. അവിടേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ 4 ഭാഗത്തും തള്ളു വന്നപ്പോ പേരോട് മുസ്ലിയാർക്ക് നിൽക്കക്കളില്ല, പറഞ്ഞു കുടുങ്ങി. സമസ്തന്റെ ആശയം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നതായപ്പോ പിന്നെ പേരോട് ഒന്ന് ഉരുണ്ട് മറിഞ്ഞ് ഇപ്പൊ പുതിയ പ്രസംഗക്കാർക്ക് ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. എന്താ അത് അല്ലാഹുവല്ലാത്തോണ്ട് നിയന്ത്രിക്കുന്നു പറഞ്ഞാലും അത് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അള്ളാഹിന്റെ കീഴിലാണ് എന്ന് വിശ്വസിച്ചാൽ മതി. എന്ന ആയത്തെ കണ്ട് ഓതിയിട്ട് ഇവിടെ ആരെന്ത് ചെയ്താലും അത് പഠിച്ചോൻ കൊടുത്ത കഴിവാണ്, അല്ലാഹുവിന്റെ കീഴിലാണ്, അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ മൂപ്പരമല്ലേ പഴയതിലേക്ക് വീണ്ടും മടങ്ങി. അപ്പൊ വീണ്ടും സംശയം. പണ്ട് മൂപ്പര് വായിച്ച റാസി കിതാബ് എന്താ കാട്ടുക? മൂപ്പര് പറഞ്ഞ ശറഹുൽ മഖാസിദ് അല്ലാമ തഫ്താസാനിയുടെ ശറഹുൽ മഖാസിദ് എന്താ ചെയ്യാ? അതൊക്കെ പ്രശ്നമാണ്. പേരോട് ഞാൻ ചെറിയ കഷ്ടങ്ങൾ കേൾക്കുക, വലിയ പ്രസംഗങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കാൻ പറ്റില്ല. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ ആയത്തോതിയിട്ട് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന മുബ്തദീകൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കാന്തപുരവും തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞ് ഫിത്നയും ഫസാദും പറയുന്ന ചില വിഡ്ഢികളുണ്ട്, ചില പുത്തൻവാദികളുണ്ട്. ഒരു മുസ്ലിമും ഒരു മുതഅല്ലിമും അതിൽ പെട്ടുപോകണ്ട. മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞത് തഫ്സീറിലുള്ള കാര്യമാണ്, ഞാൻ പറയുന്നതും തഫ്സീറിലുള്ള കാര്യമാണ്. അതൊരു തഫ്സീറിലല്ല, പല തഫ്സീറുകളിലുമുള്ള കാര്യമാണ്. അതൊക്കെ അൽഹംദുലില്ലാഹ് ഉസ്താദും ഞാനുമൊക്കെ പലപ്പോഴും എനിക്ക് തന്നെ പഠിപ്പിച്ചു തന്ന ആൾ ഉസ്താദാണ്. ഞങ്ങൾ പരസ്പരം പലപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, ഉസ്താദ് മറുപടിയും പറഞ്ഞു തരാറുണ്ട്. അതെ, അപ്പൊ കണ്ടോ സംഗതി കുത്താണ് കൊണ്ടപ്പോ പേരോട് കാന്തപുരം ഉസ്താദ് ആയത്തോതി പറയാ എന്നിട്ട് ലോകമൊന്നാകെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് കാന്തപുരം മുസ്ലിയാരാണ് ആയത്തോതിയത്. അപ്പോഴത്തെ പേരോട് മുസ്ലിയാരാ പറഞ്ഞത് ലോകം മൊത്തം നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ തൗഹീദിനെതിരാണ്.
അപ്പോഴാണ് ഔഷാദ് മുസ്ലിം ചോദിച്ചത്, അപ്പൊ AP ഉസ്താദ് മുസ്ലിക്കായില്ലേ, ഇനി മൗലിദ് ഓതാൻ പറ്റുമോ, ഇനി മൊഹീദ്ദീൻ ശൈഖിന് കലാമത്ത് പറയാൻ പറ്റുമോ, ഇതിങ്ങനെ 4 ഭാഗത്ത് ചോദ്യം വന്നപ്പോ ലോക്കായി. അപ്പൊ ഒപ്പിച്ചതാ. ഞാനും ഉസ്താദ് വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞതും കിതാബിലുണ്ട്, ഉസ്താദ് പറഞ്ഞതും കിതാബിലുണ്ട്. ഞങ്ങൾ രണ്ടാൾ അങ്ങനെയൊക്കെ ചോദിച്ചതൊക്കെ പറയലുണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരിക്കലാണ് ഞാൻ ഉള്ളിലെന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ മൂപ്പരെ പറഞ്ഞു ഒപ്പിച്ചു. എന്താ നിയന്ത്രിക്കുന്നവെന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു നിയന്ത്രണമാണ് എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, AP ഉസ്താദ് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് AP ഉസ്താദ് കുറെ മതവെക്കാണ് പറഞ്ഞിട്ട് അത് ഒപ്പിക്കുക. എന്നാ പിന്നെ എന്തിനാണ് ശറഹുൽ മഖാസിദ് വായിച്ചത്? അപ്പൊ ശറഹുൽ മഖാസിദ് പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നാണോ? പള്ളിയിൽ അഖീദ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലാമ തഫ്താസാനിയുടെ ശറഹുൽ അഖായിദ്, അതേ തഫ്താസാനിയുടെ കിതാബല്ലേ ശറഹുൽ മഖാസിദ്. ആ ശറഹുൽ മഖാസിദിലെ പറഞ്ഞത് റഹ്മാനായ റബ്ബിന്റെ ഖവാസ്, അവന്റെ പ്രത്യേകത അല്ലാഹ്ക്ക് മാത്രമുള്ളത്, അതിൽ പെട്ടതാണ് തദ്ബീറുൽ ആലം, ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം അത് അല്ലാഹ്ക്ക് ഖാസായതാണ്. ആ ഖവാസ്, ആ പ്രത്യേകമായത് അല്ലാത്തവർക്ക് ഉണ്ട് നൃത്തം വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് അവിടെ അല്ലാമ തഫ്താസാനി റഹിമഹുല്ലാഹ് ശറഹുൽ മഖാസിദ് പഠിപ്പിച്ചത്. ഇനിയിപ്പോ ഏതെടുക്കുക? പേരോടിന്റെ പഴയ വാദം അല്ല കഴിവ് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലാതെ. പിന്നെ പറഞ്ഞു അല്ല റബ്ബുൽ ആലം പറയാൻ പറ്റൂല, അല്ലാഹ്ക്ക് മാത്രമേ പറയാൻ പറ്റൂല. പിന്നെ വീണ്ടും പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിന്റെ കീഴിലാണ് എന്ന് വിശ്വസിക്കേ സുന്നത്തമായത്തുള്ളൂ, അതേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല അതൊക്കെ ചിലപ്പോൾ ഒരു ആലങ്കാരിക പ്രയോഗം, ഒരു ആലങ്കാരികമായൊക്കെ ഉപയോഗിച്ചു പോകും, അത് യഥാർത്ഥ ആയിക്കോളുന്നില്ല എന്നൊക്കെ ഇവരൊക്കെ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് നമ്മൾ ഔഷാദ് മുസ്ലിം പറഞ്ഞത് ഇത് ആലങ്കാരികമൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞു ഒപ്പിക്കണ്ട, അങ്ങനെ പറഞ്ഞു ഒപ്പിക്കണ്ട, യഥാർത്ഥത്തിൽ ഹഖീഖിയായി തന്നെയാണ് എന്ന് അയാൾ പറയുന്ന ആ ഭാഗം കൂടി കേൾക്കുക. മടവൂർ ശൈഖുന അല്ലാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അല്ലാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. കണ്ടോ, യഥാർത്ഥത്തിൽ തന്നെ ഭരിക്കുന്നത് മടവൂർ ശൈഖുനയാണ്, ആലങ്കാരികമൊന്നുമല്ല. അങ്ങനെ മജാസായി ആലങ്കാരികമായി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ തന്നെ എല്ലാം ഭരിക്കുന്ന മടവൂർ ശൈഖുനയാണത്രേ. ഏത് ആലമ മൊത്തം, ആലമ മൊത്തം, സ്വർഗവും നരകവും ആകാശവും ഭൂമിയും അർശും കുർസിയും ജിന്നും മലക്കും അടക്കമുള്ള എല്ലാ ആലമും യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് CM മടവൂർ തന്നെയാണ്. അതിനൊന്നും സംശയം വേണ്ട. അങ്ങനെ ഒരു ആലങ്കാരികമാണ്, അതൊക്കെ താൽക്കാലികമായ പ്രയോഗമാണ്, അതൊക്കെ മജാസാണ് എന്നൊക്കെ പറഞ്ഞ് ആരും ഒപ്പിക്കാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. കടന്നതൊക്കെ മൗലിദിലുണ്ട്. അപ്പൊ ചില മൗലവിമാര് പണ്ടേ പറയും അതൊക്കെ മൗലിദിലുള്ള ആലങ്കാരിക പ്രയോഗമാണ്, യഥാർത്ഥ അർത്ഥത്തിലല്ല. ഇയാൾ അല്ല, യഥാർത്ഥം തന്നെയാണ്. ഇങ്ങനെ ആകെ എന്തും പറയാമെന്നൊരു ഭാഗം, അങ്ങനെ കണക്കില്ലാതെ പറയാതെ ഇത്രയുമായപ്പോ ചില സഖാഫിമാരെ വീണ്ടും ഇറങ്ങിയിട്ട് പറഞ്ഞു ഈ പറഞ്ഞത് കാഫിറാകുന്ന പണിയാണ്, ഈ ആലങ്കാരികമല്ല, യഥാർത്ഥ ഭരണം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്, കാഫിറാകുന്ന പരിപാടിയാണ് എന്ന് അവരും പറഞ്ഞു. പണ്ട് പറഞ്ഞത് ഇത് കുഫറാണ്, ഇത് ശിർക്കാണ്, നിങ്ങൾ പറയല്ല, ഇത് പാടല്ല, ഈ ബൈത്ത് ചൊല്ലല്ല, ഈ മൗലിദ് ഓതല്ല, ഇത് കുഫറിന്റേതാണ്, ശിർക്കിന്റേതാണ് എന്ന് പറഞ്ഞപ്പോ അന്ന് ഉസ്താദുമാരെ പറഞ്ഞു, കണ്ടോ നമ്മളെ കാഫിറാക്കാണ്, നമ്മളെ മുസ്ലിക്കാക്കാണ്. അപ്പൊ കാക്കക്കാരന്മാരെന്താ ചെയ്യാ, മരിച്ചുപോയെന്താ ചെയ്യാ, പിതാക്കന്മാരെന്താ ചെയ്യാ എന്നൊക്കെ ചോദിച്ച മനുഷ്യന്മാർക്ക് ഇപ്പതാ തമ്മിൽ തന്നെ അവർ ചോദിക്കാൻ തുടങ്ങി, അവർ പറയാൻ തുടങ്ങി ഇത് കാഫിറാകുന്ന വിശ്വാസമാണ്, ഇത് കുഫറാണ് എന്ന് അവർ തന്നെ തമ്മിൽ സഖാഫിമാർ പഠിപ്പിച്ചു കൊടുക്കുന്നു. കേട്ടോളൂ സഖാഫിന്റെ പ്രസംഗം. നിങ്ങൾ ഈ വാദം കുഫറിന്റെ വാദമാണ്, ഹഖീഖിയായ തദ്ബീർ. എന്നിട്ട് അദ്ദേഹം പറയാണ് സംശയം വേണ്ട, മജാസെല്ലാം
നോക്കൂ നിങ്ങൾ, ഇത് അപകടകരമായ വിശ്വാസമാണ്. മൗലവി ഈ വാദം കുഫറിന്റെ വാദമാണ്. ഹഖീഖിയായ തദ്ബീർ അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എന്റെ പ്രഭാഷണത്തിൽ ഞാൻ മൗലവിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ശറഹുൽ അഖായിദ് തിരിച്ച് പഠിപ്പിച്ചില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്താക്കും എന്ന് പറഞ്ഞാൽ വഖത്തുല്ലാഫുൽ ഹിദായത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മജാസൻ ബിതരീഖി തസബ്ബുബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്താക്കും എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. അത് മജാസാണ്, ഹഖീഖത്തല്ല. ഹഖീഖത്തിലുള്ളതൊക്കെ അല്ലാഹുവിൻ്റെതാണ്. ഹഖീഖത്തിലുള്ള കഴിവ് അല്ലാഹുവിൻ്റെതാണ്. എനിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മജാസിയായ പ്രയോഗമാണ്, ആലങ്കാരികമാണ്. എന്നാൽ മൗലവി പറയുന്നു സിഎം വലിയുള്ളാഹി തങ്ങൾക്ക് ഹഖീഖത്തൻ തദ്ബീർ ഉണ്ട്, അത് കുഫറിന്റെ വാദമാണ്. കണ്ടോ, ഇത് കുഫറിന്റെ വാദമാണ്. ഏത് ഹഖീഖത്തൻ തദ്ബീർ ഉണ്ട്, യഥാർത്ഥത്തിൽ നിയന്ത്രണം സിഎം മടവൂട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് കുഫറിന്റെ വാദമാണ്. ഇപ്പൊ എന്തായി? പേരോട് പറഞ്ഞ ഒരു വയതു പ്രകാരം നൗഷാദ് ചോദിച്ചു, അപ്പൊ AP ഉസ്താദ് ഇപ്പൊ ഏതാണ്? മുജാഹിദീങ്ങളല്ല ചോദിക്കണം, അവർ തമ്മില. പേരോട് മുസ്ലിം ഒരു വയതിട്ട് ചോദിക്കുക, ഈ വയതു പ്രകാരം AP ഉസ്താദ് മുസ്ലിക്കല്ലേ എന്നാ ചോദിച്ചത്. ഇപ്പോഴത്തെ ഇങ്ങനെ പറയാ നൗഷാദ് മുസ്ലിം പറഞ്ഞ ഈ വാദം കുഫറിന്റെ വാദമാണ്, ഇത് കാഫിറാകുന്ന വിശ്വാസമാണ്. ഞങ്ങൾ പണ്ടേ പറഞ്ഞത് ഇതൊക്കെ ശിർക്കും കുഫറും തന്നെയാണ്. ഈ മാലപ്പാട്ടും ഈ മൗലീദും ഈ റാത്തീബും ഈ കുത്തുബിയ്യത്തും ഇതൊക്കെ സാക്ഷാൽ കുഫറിന്റെ വിശ്വാസമാണ്. ഇത് മുസ്ലിമീങ്ങളെ വിശ്വാസമല്ല, ഇത് അഹ്ലുസുന്ന വൽ ജമാഅയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനത്തെ വിശ്വാസം പരിചയമുണ്ടോ? നിബിധങ്ങൾ പഠിപ്പിച്ച എത്ര അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എവിടെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഇതോ സമാനമായതോ ആയ ഒരു വശമെങ്കിലും നിബിധങ്ങൾ പഠിപ്പിച്ചതുണ്ടോ? ഇല്ല. പടച്ചറബിലേക്ക് അടുപ്പിക്കുക എന്നല്ലാതെ, അല്ലാഹുവിനെ കുറിച്ച് പറയുക എന്നല്ലാതെ, റബ്ബിന്റെ മഹത്വം പറയുക എന്നല്ലാതെ, ഏതെങ്കിലും പടപ്പിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആ പടപ്പിലേക്ക് ആളെ കൂട്ടിയ ഒരു അധ്യാപനം നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ഏതു രംഗത്തും അല്ലാഹ് മതി എന്ന പ്രഖ്യാപനമല്ലേ നിബിധങ്ങൾ പഠിപ്പിച്ചത്. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി. ഇതല്ലേ നബിയുടെ പ്രഖ്യാപനം. എന്തൊക്കെ വന്നാലും ശരി ആ പടച്ച റബ്ബിലേക്കല്ലേ നിബിധങ്ങൾ മനസ്സിലിച്ചത്, അതല്ലേ പഠിപ്പിച്ചത്. ചില സ്വഹാബത്തിനോട് നിബിധങ്ങൾ പ്രത്യേകമായ ചില ബൈഅത്തുകൾ ചെയ്തിരുന്നതാണ്. മുസ്ലിം ആകാൻ വരുമ്പോ നബി ഞങ്ങൾ കരാർ സ്വീകരിക്കും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്നാൽ അതിന് പുറമെ ചില സ്വഹാബിമാർ നബി ഞങ്ങളോട് പ്രത്യേകമായ ചില ബൈഅത്ത് ഉടമ്പടികൾ ചെയ്തിരുന്നു. അതിൽപ്പെട്ട ഒരു കരാർ എന്താറിയോ? ഒരു മനുഷ്യനോടും യാതൊന്നും ചോദിക്കുകയില്ല, ആരോടും ഒന്നും ചോദിക്കൂല. നബിയുമായി കരാർ ചെയ്ത ഏതാനും സ്വഹാബിമാർ അങ്ങനെ ഉണ്ടായിരുന്നു. ആരോടും ഒന്നും ചോദിക്കൽ ഹറാമായിട്ടാണോ? അല്ല. വേണ്ട, ഒരു പടപ്പിനെയും ആശ്രയിക്കണ്ട, ഒരു പടപ്പിനെയും അവലംബിക്കണ്ട. അല്ലാഹുവിനോട് പറയാ, ബാക്കി നമ്മൾ ചെയ്യാം. എന്നിട്ട് ആ കരാർ ചെയ്ത സ്വഹാബിമാരുടെ ജീവിതത്തിൽ കാണാം, അവര് ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ സഞ്ചരിക്കുമ്പോൾ കയ്യിലെ വടി താഴെ വീണാൽ പോലും താഴെ നിൽക്കുന്ന ഒരാളോട് ആ വടി ഒന്ന് എടുക്കുമോ എന്ന് ചോദിക്കുന്നില്ല. നബിനോട് കരാർ ചെയ്ത ആരോടും ഒന്നും ചോദിക്കില്ല. അവർ ഒട്ടകത്തെ നിർത്തി അവരിറങ്ങി അവർ തന്നെ വടിയെടുത്ത് കയറുക എന്നല്ലാതെ ഒരാളോട് ആ വടിയൊന്നെടുക്കുമോ എന്ന് പോലും ചോദിക്കലില്ല. നബി തങ്ങൾ പഠിപ്പിച്ച ദീനതാണ്. യാചന പാടില്ല ഇസ്ലാമിൽ. ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി. നബി തങ്ങൾ പറഞ്ഞു, യാചന പതിവാക്കിയ മനുഷ്യനെ പറ്റി നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു, മൂന്ന് കാര്യം ഞാൻ സത്യം ചെയ്തു പറയുന്നു. നബി തങ്ങൾ പറയാ, മൂന്ന് കാര്യം ഞാൻ സത്യം ചെയ്തു പറയുന്നു. അതിൽപ്പെട്ടൊരു കാര്യം എന്താ? മാ ഫതഹ അബ്ദുൻ ബാബ മസ്അല ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖ്രിൻ. ഒരാൾ യാചനാ കവാടം എപ്പോൾ തുറക്കുന്നുവോ അവിടെ അല്ലാഹു തആല അവന് ദാരിദ്ര്യ കവാടം തുറക്കാതിരിക്കുകയില്ല. യാചന എന്ന് ആരംഭിച്ചോ അന്നയാൾക്ക് ദാരിദ്ര്യം ആരംഭിക്കും. യാചിച്ച് എത്രായിരം രൂപ കിട്ടിയ മനുഷ്യനും ദാരിദ്ര്യം തീരൂല. ഓൻ കാലാകാലം ചോദിച്ചു നടക്കും, യാചിച്ചു നടക്കും. ഓൻ കുറച്ചാൽ യാചിച്ചിട്ട് വലിയ പൈസക്കാരനായി വലിയ ലെവലിലായി എന്നാരും പറയില്ല. നബി ഞങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ്.
അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. യാചിക്കുന്നവനാണ് പരലോകത്ത് മുഖത്ത് മാംസമില്ലാതെ വരുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടുന്നവൻ നാളെ പരലോകത്ത് മുഖത്ത് മാംസമില്ലാത്തതായി കൊണ്ടുവരും. 2-3 ഘട്ടത്തിലെ ആകെ യാചന പറ്റുള്ളൂ. മറ്റൊരാളെ കാര്യം ഏറ്റെടുത്തു, അയാൾക്ക് വേണ്ടി അത് ചോദിക്കുന്നു, ആ ആവശ്യം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നു, അത് പറ്റും. ഒരു പൊതുവായ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ഒരു പള്ളി ഉണ്ടാക്കാൻ, ഒരു മദ്രസയുണ്ടാക്കാൻ, ഒരു ദീനീ സംരംഭത്തിന് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി ചോദിക്കാം, അത് ഓന് വേണ്ടിയല്ല. ഇതൊക്കെയാണ് മനുഷ്യന്മാർ ചോദിക്കാൻ അനുവാദമുള്ള മേഖലകൾ. അല്ലാത്ത ചോദിക്കാൻ പറ്റൂല. അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരാളോടും ചോദ്യമില്ല, ഒരാളെയും ആശ്രയിക്കലില്ല, ഒരാളെയും അവലംബിക്കലില്ല. റഹ്മാനായ റബ്ബിനെ മാത്രം അവലംബിക്കുക. അല്ലാഹ് അനുവദിച്ച അനുവദനീയമായ വഴികളെ ജീവിതത്തിൽ സ്വീകരിക്കുക. അവിടെ പോലും അവലംബം ആ വഴിയെ അല്ല. രോഗം വന്നാൽ ചികിത്സിക്കണം എന്നുള്ള പറഞ്ഞു. പക്ഷെ ചികിത്സിക്കുമ്പോഴും മരുന്നല്ല രോഗം മാറ്റുന്നത്. അവലംബം മരുന്നല്ല, അവലംബം പടച്ചറപ്പിനോടാണ്. രോഗം മാറ്റാൻ മരുന്നിന് കഴിയില്ല. കഴിയുമായിരുന്നുവെങ്കിൽ മരുന്ന് കഴിക്കുന്ന എല്ലാവരുടെയും രോഗം മാറണം. അതില്ല. ഒരേ അസുഖം 4 ആള് ഒരേ ഡോക്ടർ മുമ്പിൽ വന്നു, ഒരേ മരുന്ന് എഴുതി കൊടുത്തു, ഒരാളത് മാറി, മറ്റൊന്ന് മാറിയില്ല. എന്ത്? മരുന്ന് നിമിത്തം മാത്രമാണ്, ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. മരുന്ന് നിമിത്തം മാത്രം ശിഫയാക്കുന്നവൻ അല്ലാഹ്. ഭക്ഷണം നിമിത്തം മാത്രം വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹ്. ഭക്ഷണം വിശപ്പ് മാറ്റൂല, അല്ലാഹുവാണ് വിശപ്പ് മാറ്റുന്നവൻ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാവുന്നു സർവ്വസ്തുതിയും. ഭക്ഷണം ഒരുത്തം വാങ്ങി തന്നാകും, അവന്റെ വകയാകും, അവന്റെ ഔദാര്യമാകും. എന്നാലും നിനക്കാണ് സ്തുതി പറയില്ല. അൽഹംദുലില്ലാഹ്, സ്തുതികളെല്ലാം അല്ലാഹുവിന്. കാരണം ഇവന് ഭക്ഷണം വാങ്ങി തരാനേ കഴിയുള്ളൂ, വിശപ്പ് മാറ്റാൻ അവനോട് കഴിയില്ല. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ സഹായിക്കാൻ ആൾക്ക് പറ്റിയേക്കാം. മരുന്ന് കഴിച്ച് രോഗം മാറുന്നില്ലെങ്കിലോ രോഗം മാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഏത് രംഗത്തും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാ. അതുകൊണ്ട് ആ തവക്കുൽ, അല്ലാഹുവിനോട് ബലമേൽപ്പിക്കൽ, പടച്ചറപ്പിന്റെ നേരെ മാത്രം, അല്ലാഹുവിന്റെ മേലാൽ തവക്കുല്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ തവക്കുലാക്കി. വഅലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ ആ പടച്ചറപ്പിൽ തവക്കുലാക്കട്ടെ. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവൻ അല്ലാഹ് മതി. എന്താ അതൊക്കെ? അവലംബം പടച്ചറപ്പിനെ മാത്രം. മറ്റതോ അല്ലാഹു അനുവദിച്ച വഴികൾ, ആ വഴി ഉപയോഗിക്കുന്നു. വഴി ഉപയോഗിച്ചാൽ അല്ലാഹ് ഉദ്ദേശിച്ചാൽ കാര്യം കിട്ടും, ഇല്ലെങ്കിൽ കാര്യമില്ല. മരുന്ന് കഴിച്ചു ശിഫയാകാൻ അല്ലാഹുവിന്റെ ഉദ്ദേശവുമുണ്ട്, എന്നാൽ ശിഫയാകും. മരുന്ന് കഴിച്ചു ശിഫയാകാൻ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ല, എന്നാൽ ശിഫ കിട്ടുകയില്ല. മരുന്ന് കഴിച്ചില്ല, രോഗം മാറാൻ അല്ലാഹ് ഉദ്ദേശിച്ചു, എന്നാൽ രോഗം മാറും. മരുന്ന് ആവശ്യമില്ല. നബി തങ്ങൾ പറഞ്ഞു വിസ്വാൽ നോമ്പ് പാടില്ല. വിസ്വാൽ നോമ്പ് എന്ന് പറഞ്ഞാല് വൈകുന്നേരം നോമ്പ് തുറക്കാതെ 24 മണിക്കൂർ ഒന്നാകെ നോമ്പ്, സുബഹി മുതൽ പിറ്റേന്ന് സുബഹി വരെ. അതാ വിസ്വാൽ എന്ന് പറയാം. നോമ്പ് മുറിക്കൂല. 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ ഒന്നാകെ നോമ്പെടുക്കുക, അതിനാ വിസ്വാൽ. ഞങ്ങൾ വിരോധിച്ചിട്ട് ജാഹിലിയ്യ കാലത്തുള്ള ഏർപ്പാടുകൾ. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ്യ കാലത്തുള്ള ഏർപ്പാടായിരുന്നു വിസ്വാൽ നോമ്പ്. നബി ഞങ്ങൾ പറഞ്ഞു വിസ്വാൽ പാടില്ല. എന്നാൽ നബി വിസ്വാൽ നോമ്പ് നോക്കലും. അപ്പൊ സഹാബികൾ നബി നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു വിസ്വാല് പാടില്ല, നിങ്ങൾ വിസ്വാൽ നോമ്പെടുക്കുന്നുവല്ലോ. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെയല്ല, എനിക്ക് അല്ലാഹു തആല ഭക്ഷണ പാനീയം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ തന്നെ കഴിച്ച ഫലമുണ്ട്. ഞാൻ സ്വകാര്യത്തിൽ എനിക്ക് അല്ലാതെ ഭക്ഷണം കിട്ടുന്നത് ഞാൻ തിന്നുകിട്ടുന്നല്ല. അങ്ങനെ പിന്നെ വിസ്വാല് പറയില്ലല്ലോ, മുറിച്ചില്ലേ. അപ്പൊ കാരണങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അല്ലാഹു അനുവദിച്ച കാരണങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണങ്ങൾ കാര്യങ്ങളെ നിർബന്ധമാക്കുന്നില്ല. കാരണങ്ങൾ കാര്യങ്ങളെ നിർബന്ധമാക്കുന്നില്ല. കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹു തആല. അതുകൊണ്ട് ആ മുസബ്ബിബുൽ അസ്ബാബ്, കാരണങ്ങളെ കാരണങ്ങളാക്കി വെച്ചവൻ അല്ലാഹുവാണ്. ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് ആരാ നിശ്ചയിച്ചത്? പഠിച്ചോന്, മനുഷ്യനോ അത് കണ്ടെത്തിയതാണ്.
മനുഷ്യൻ പരീക്ഷിച്ച് ഗവേഷണം ചെയ്ത് അത് കണ്ടെത്തി ഇത് ഉപയോഗിച്ചാൽ ഇന്ന മാറ്റം ശരീരത്തിൽ ഉണ്ടാകും, അപ്പൊ ആ രോഗം മാറും. അത് കണ്ടെത്തിയ മനുഷ്യൻ, ആ സിസ്റ്റം നിശ്ചയിച്ചത് മനുഷ്യനല്ല, അല്ലാഹുവാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എല്ലാം ചെയ്യുന്നവൻ അല്ലാഹ്, എല്ലാം നൽകുന്നവൻ അല്ലാഹ്. അല്ലാഹു തആല അനുവദിച്ച, അവൻ നിശ്ചയിച്ച നിമിത്തങ്ങൾ ഏതൊക്കെയുണ്ടോ ആ നിമിത്തങ്ങളെ ഉപയോഗപ്പെടുത്താം. ആ നിമിത്തങ്ങളെ പോലും ആശ്രയിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ സ്ഥാനത്താണ് ഇവിടെ അള്ളാഹുവിന്റെ അധികാരങ്ങളെ, അവകാശങ്ങളെ, പ്രവർത്തനങ്ങളെ പോലും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന, അതും ഹഖീഖിയായി തന്നെ, യഥാർത്ഥത്തിൽ തന്നെ ഇവർക്കുണ്ടെന്ന് വാദിക്കുന്നത്. അപ്പൊ ഉസ്താദന്മാർ ചിലരൊക്കെ പറഞ്ഞു അത് കുഫ്റാണ്. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പറ്റിയ അബദ്ധമല്ല. സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പോലും പ്രഖ്യാപിച്ചത് എനിക്കെന്റെ ജീവിതത്തിൽ എന്നുമുള്ള നിയന്ത്രണം അത് CM മടവൂരാണ്. കേട്ടോളൂ നിങ്ങൾ, അദ്ദേഹം തന്നെ പറയുന്നത്. ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കണ്ടോ, ഇനിയിപ്പോ എന്താ പറയാളോ? മറ്റേ ഉസ്താദ് പറഞ്ഞ ഹഖീഖിയാണോ അത് കുഫറാണ്. അതേ കുഫറിന്റെ പ്രഖ്യാപനം ഇതാ സാക്ഷാൽ AP ഉസ്താദ് പ്രഖ്യാപിക്കുന്നു. CM മടവൂര് എന്റെ ജീവിതത്തിൽ എന്നും തദ്ബീർ CM മടവൂരാണെന്ന് പറഞ്ഞത്. വഫാത്തിന് ശേഷവും CMന്റെ വഫാത്തിന് ശേഷവും ഒട്ടും കുറയാതെ അതേ തദ്ബീർ, അതേ നിയന്ത്രണം എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുക വഴി ആ കുഫറിന് ഒരു അംഗീകാരം കൽപ്പിക്കുകയാണ്, ശിർക്കിന് അംഗീകാരം കൽപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇതാണോ ദീന്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ആശയം ഇതാണോ എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലാഹുവിനെ കോടതി ചെല്ലുമ്പോ എന്താ സമാധാനം പറയാൻ പറ്റുക? ഇവിടെ ഒരു പക്ഷേ പറഞ്ഞ് ജയിച്ച് ഒച്ചയും ബഹളം ഉണ്ടാക്കി, മേൽക്കോയ്മ ഉണ്ടാക്കി, ഭൂരിപക്ഷം ഞങ്ങൾക്ക് അത് പറഞ്ഞ് തൽക്കാലം ജയിച്ചു പോകാൻ പറ്റിയേക്കാം. പക്ഷേ അല്ലാഹുവിനെ കോടതി ഹാജരാക്കി ഉടുക്കാൻ തുണിയില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ, പറയാൻ നാക്കില്ലാതെ അല്ലാഹുവിനെ കോടതിയിൽ വരുമ്പോൾ എന്താണ് അവിടെ പറയുക എന്നൊരു ആലോചന സഹോദരങ്ങളെ നാം നടത്തേണ്ടതുണ്ട്. എന്താണെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക, പ്രവാചക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാവുക. ഈ മാലിം മൗലൂദ് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും രക്ഷപ്പെടുത്തുന്ന മാർഗമല്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതെന്തോ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. ആ ഒരു വഴിയിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.